ഹലോ എവ്രി വൺ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എക്സാമിനറിൻ്റെ സ്റ്റുഡൻസ്, അതായത് എക്സാമിനർ ആപ്പിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ പീരിയോഡിക്കലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മിക്ക ദിവസങ്ങളിലും ഡൗട്ട് സോൾവിങ് സെഷൻസ് നടത്താറുണ്ട്. അപ്പോൾ എക്സാം ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും, കൂടാതെ നിങ്ങളുടെ ആപ്പിലുള്ള കംപ്ലീറ്റ് ക്ലാസ്സും കിട്ടും. കൂടാതെ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുമ്പോൾ ഓരോ ചാപ്റ്ററിൽ കോംപ്ലക്സ് നമ്പർ, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്, മോഷൻ സ്ട്രേറ്റ് ലൈൻ, ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, ഫ്ലൂയിഡ്സ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, അങ്ങനെ ഓരോ ചില ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഡൗട്ട് വരുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സെഷൻ വെച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലിയർ ചെയ്ത് കൊടുത്ത സെഷനാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ കിട്ടി, നമ്മുടെ ആപ്പിൽ കംപ്ലീറ്റ് സാധനം കിട്ടി, പ്ലസ് എക്സാം ഷീറ്റും കൂടെ കിട്ടി, പ്രോപ്പറായി പഠിച്ചൊരു നല്ല മാർക്ക് +1 വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഓഫർ വാലിഡ് ആണ്. കുറേ പേര് ജോയിൻ ഉണ്ട്, ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. 999, വെറും 999 ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്, തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ 7592092022 ജസ്റ്റ് +1 വാട്സ്ആപ്പ് ചെയ്താൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. നിങ്ങൾക്ക് കയറി പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങാം. പിന്നെ +2ൻ്റെ കാര്യങ്ങൾ വീണ്ടും കുറേ പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. +2 അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഓപ്ഷൻസാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, 2 ഓപ്ഷൻസ് നല്ലതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കിട്ടും, കംപ്ലീറ്റ് ഷെഡ്യൂൾ ക്ലാസ്സസ് +2 ഉണ്ടാവും. 5 സബ്ജക്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെ /കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ്, ഓരോ ചാപ്റ്ററിന് ശേഷം ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അതിനുശേഷം ബാക്കി കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ കാര്യങ്ങൾ പ്ലസ് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും. ആ പേഴ്സണൽ മെൻറ്റർ അടുത്ത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ എക്സാമിനർ കംപ്ലീറ്റ് സെറ്റ് ബുക്ക് കിട്ടും. പ്ലസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എക്സാമിനറിൻ്റെ ബോബി ബുക്സിൻ്റെ എക്സാമിനറിൻ്റെ നീറ്റ് എൻട്രൻസ് വിന്നർ, ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പേഴ്സ് പഠിക്കുന്ന ബുക്കാണ്. ഓക്കെ, ആ ബുക്കും കൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും വേണമെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് വാങ്ങാം. ഇതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസിക് എടുക്കാം. എന്തൊക്കെയാണെങ്കിലും എവിടെ കിട്ടുന്ന ട്യൂഷനെക്കാട്ടിലും ഓൺലൈൻ ക്ലാസ്സിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും റേറ്റ് കുറഞ്ഞാണ് നമ്മൾ തരാൻ പോകുന്നത്. കാരണം എന്താണ്, ക്വാളിറ്റി മോശമുണ്ടോ? അല്ല, ക്വാളിറ്റി മോശം കൊണ്ടല്ല. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ 1000കണക്കിന് സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. നിങ്ങളുടെ ട്യൂഷൻ സെൻറ്ററിൽ 30 പേരായിരിക്കും പഠിക്കുന്നത്, ഇവിടെ 1000കണക്കിന് സ്റ്റുഡൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വീണ്ടും എന്ത് ചെയ്യാം, ജസ്റ്റ് നേരത്തെ കാണിച്ച വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേദന ജോയിൻ ചെയ്യാം. നമ്മൾ നല്ല രീതിയിൽ +2 പഠിക്കും. ഇപ്പോൾ നമ്മൾ +1 ഫോക്കസ് ചെയ്യുന്നത്. ഓരോ സ്റ്റുഡൻറ്റ് എക്സാമിനുള്ള ഓരോ സ്റ്റുഡൻറ്റും നേരത്തെ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ പ്രോപ്പറായ ക്ലാസ്സസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും, എക്സാം ഷീറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ പഠിക്കണമെങ്കിൽ വേഗം ജോയിൻ ചെയ്യാം. നമുക്ക് അപ്പോൾ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, ഞാൻ ഇങ്ങനെ ഇരുന്ന് ലെക്ചർ അടിക്കാനുള്ള ക്ലാസ് അല്ല. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, നമുക്ക് നല്ല ക്വസ്റ്റ്യൻസും ചെയ്യാം. ആ രീതിയിൽ ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ പൊസിഷനും ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പൊസിഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ഈ 3 സാധനം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കാരണം നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ടോപ്പിക് ആണത്. പൊസിഷൻ, പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റ്. പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? പൊസിഷൻ എന്ന് പറഞ്ഞാല് ആ ഒബ്ജക്റ്റ് നിൽക്കുന്ന സ്ഥലം അല്ലേ? നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എന്റെ വീട്ടില് ഒരു TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അപ്പം ഫ്രിഡ്ജ് ഉണ്ട്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? അപ്പൊ ഫ്രിഡ്ജ് എവിടെയാണ് എന്റെ വീട്ടിൽ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഇവിടെയാന്ന് പറയും അല്ലെ? ഈ പൊസിഷനിലാണ് ഫ്രിഡ്ജ്, ഇവിടെയാണ് ഫ്രിഡ്ജ് ഉള്ളത്. പക്ഷെ എവിടുന്ന് എവിടെയാണുള്ളത്, ഞാൻ എവിടുന്നാ നിൽക്കുന്നത്, ഞാൻ എവിടെ നിൽക്കുന്നതെന്നും കൂടി പറയണ്ടേ അല്ലെ? മനസ്സിലേ? ഞാൻ എവിടെ നിൽക്കുന്നത്, ഞാൻ എവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഫ്രിഡ്ജിനെ അവിടെ കാണുന്നത്. ഞാൻ ഇപ്പുറത്ത് പോയി നോക്കുകയാണ് ഫ്രിഡ്ജ് ഇവിടെയാണല്ലോ, ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണ് ഫ്രിഡ്ജ് അവിടെയാണല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും പൊസിഷൻ പറയുമ്പോൾ നമ്മൾ ഒറിജിൻ എന്ന് പറഞ്ഞ സാധനം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, റെഫറൻസ് പോയിന്റ് ഡിഫൈൻ ചെയ്യണം. ഒരു റെഫറൻസ് ഫ്രെയിം ഉണ്ടാവും, അത് റെഫറൻസ് ഫ്രെയിം ആണ്. XY കോർഡിനേറ്റ്, എക്സും വൈയും ഒക്കെ ഉള്ള ഒരു റെഫറൻസ് ഫ്രെയിം ആണ്. അപ്പൊ ഒരു ഒറിജിൻ എന്തായാലും എന്താണ് ഡിഫൈൻ ചെയ്യണം. ഇനി എനിക്ക് പറയാം, ഒറിജിൻ ഞാൻ നോക്കുമ്പോൾ ഇവിടെയാണ് ഫ്രിഡ്ജ്, അപ്പൊ ഞാൻ അതിന്റെ പൊസിഷനെ വിളിക്കും X എന്ന് വിളിക്കും. X എന്താവാം? X ആണ് 3 meters ആവാം, 4 meters ആവാം. ബേസിക്കലി X എന്താണ്, പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആണ്. പക്ഷെ എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്? ഒറിജിനൽ ഡിസ്റ്റൻസ് ആണ്. ഒറിജിൻ എനിക്ക് എവിടെ വേണം എടുക്കാം കേട്ടോ. ഒറിജിൻ എനിക്ക് ഇവിടുന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഒറിജിന് ലെഫ്റ്റ് സൈഡിൽ എടുത്ത റൈറ്റ് സൈഡിൽ എടുത്താൽ നെഗറ്റീവ് ആവൂലേ? അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, എല്ലാം റൈറ്റിലേക്ക് എല്ലാം പോസിറ്റീവും ലെഫ്റ്റിലേക്ക് എല്ലാം നെഗറ്റീവും എടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഫ്രിഡ്ജിനെ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇവിടെ വരച്ചു. എന്നിട്ട് ഞാൻ ഒറിജിൻ ഇവിടെ എടുത്തു.
ഓക്കെ, അപ്പൊ ഇത് എക്സ് ആക്സിസ്, സൈഡിലേക്കുള്ള എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എന്നിട്ട് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പോസിറ്റീവ് റൈറ്റിലേക്ക് എടുക്കും, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുക്കാൻ തീരുമാനിച്ചു എങ്കിൽ ലെഫ്റ്റിലേക്ക്, ഇപ്പൊ ഫ്രിഡ്ജിന്റെ പൊസിഷൻ എന്തായിരിക്കും? ഫ്രിഡ്ജിന്റെ പൊസിഷൻ ഇതായിരിക്കും അല്ലെ. അതെന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു വല്ല -3 മീറ്റർ ആയിരിക്കും. പക്ഷെ ഈ മൈനസ് എന്താ കാണിക്കുന്നത്? ഇത് ലെഫ്റ്റിലേക്ക് ആണെന്നേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് പോസിറ്റീവ് എടുക്കാം, റൈറ്റിലേക്ക് നെഗറ്റീവ് എടുക്കാം. അപ്പൊ ലെഫ്റ്റിലേക്കുള്ള പോസിറ്റീവ്. പക്ഷെ എന്താ അറിയോ, സംഭവം ഇത്രയും മനസ്സിലാക്കി, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ജനറലി റൈറ്റിലേക്ക് എല്ലാം പോസിറ്റീവും ലെഫ്റ്റിലേക്ക് എല്ലാം നെഗറ്റീവ് എടുക്കാം അല്ലെ. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇവിടെ 1, ഇത് 2, ഇത് 3, ലെഫ്റ്റിലേക്ക് -1, -2, -3. കാരണം എന്താണ്? നേരെ തിരിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ നമ്മൾ ലെഫ്റ്റിലേക്ക് ജനറലി എല്ലാം നെഗറ്റീവ് എടുക്കാം. മുകളിലേക്ക് പോസിറ്റീവ് എടുക്കുക 1, 2, 3, താഴേക്ക് നെഗറ്റീവ് എടുക്കാം. അപ്പൊ എക്സാം എഴുതാൻ പോകുമ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. റൈറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ പോസിറ്റീവ്, ലെഫ്റ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ നെഗറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. ഓക്കെ, എനിക്ക് നേരെ തിരിച്ചു എടുക്കായിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങനെ എടുത്തു. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അതിൽ കുറെ ആലോചിച്ച് ഇനി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അങ്ങനെ ടഫ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ചോദിക്കില്ല. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് സാധനം മനസ്സിലായോ, പ്രത്യേകം മനസ്സിലായോ അറിയാൻ വേണ്ടിയിട്ട്. പരീക്ഷയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. ഇപ്പം ഇത് ഞാൻ 1 എടുത്തു, 2, ഇതൊക്കെ മീറ്റേഴ്സ് ആണ്, 3, 4, 5. ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് ഇവിടേക്ക് പോയി, സോറി ഇവിടെ നിൽക്കുകയാണ്. അതിന്റെ പൊസിഷൻ എന്താണ്? 2 meter. ഈ 2ന്ന് ഇവിടെ വരെ പോയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 2 meter. അത് 2 മീറ്റർ. അത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. നിങ്ങൾ ചിലൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 - x1 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. x2 എന്താണ്? ഫൈനൽ പൊസിഷൻ 4 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പൊ 4 - 2 അങ്ങനെ എടുക്കട്ടെ. ഫൈനൽ പൊസിഷന് ഇനീഷ്യൽ പൊസിഷനെ സബ്ട്രാക്ട് ചെയ്താൽ, അതായത് 4ന്ന് -2 ചെയ്താലും 2 കിട്ടും. അല്ല ജസ്റ്റ് നോക്കിയിട്ടും പറയാം ഉണ്ടോ. 2ന്ന് 4ലേക്ക് പോയപ്പോ ഡിസ്പ്ലേസ്മെന്റ് 2. ഇനി എന്റെ ചെറിയൊരു ചോദ്യം, പറയും. സ്മോളസ്റ്റ് ലെങ്ത് എടുത്താലും ഡിസ്പ്ലേസ്മെന്റ് കിട്ടത്തില്ലേ? മതി. 2ന്ന് 4ലേക്ക് പോകുമ്പോൾ സ്മോളസ്റ്റ് ലെങ്ത് എന്താണ്? 2 ആണ്. അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. ഇനി ഇവിടെ നിൽക്കുമ്പോൾ പൊസിഷൻ 4 ആണ്. ഈ പൊസിഷൻ 4ന്ന് 1ലേക്ക് വന്നു ഇങ്ങനെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? -3. -3 എടുക്കണം. കാരണം എന്താണ്? കാരണം ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തു, ഇതൊക്കെ പോസിറ്റീവ് ആയിട്ട്, റൈറ്റിലേക്കുള്ളതൊക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ ലെഫ്റ്റിലേക്കുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്നാല് ഇത് 3 അല്ല -3 ആയിട്ട് എടുക്കണം. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ലെഫ്റ്റിലേക്കുള്ള സാധനമൊക്കെ നമ്മൾ പരീക്ഷ വരെ നെഗറ്റീവ് എടുക്കുന്നു, റൈറ്റിലേക്കുള്ളതൊക്കെ പോസിറ്റീവ് എടുക്കുന്നു. മുകളിലേക്കുള്ളതൊക്കെ പോസിറ്റീവ്, താഴേക്കുള്ളതൊക്കെ നെഗറ്റീവ്. ഓക്കെ, അതങ്ങോട്ട് തീരുമാനിച്ചു, തലേ കയറ്റിക്കോ. ഇനി കുറെ ആയാലും പറ്റി ആലോചിക്കണ്ട. കുറെ ആലോചിക്കുമ്പോഴാണ്, ആവശ്യമില്ലാണ്ട് ആലോചിക്കുമ്പോഴാണ് പ്രശ്നം വരെ. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പൊ ഞാൻ ഈ 4ന്ന് 2ലേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2. അപ്പോഴും -2 ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്. അതെത്രയാണ്? ഇത്രയേ ഉള്ളൂ. അത് പക്ഷേ ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് -2. അത്രേ ഉള്ളൂ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും അത് മനസ്സിലാക്കാനില്ല. ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞേ, if the displacement of a particle is 0, then its distance covered must be 0. True or false? No. False. Okay, അപ്പൊ എല്ലാവർക്കും കാര്യം അറിയാം അല്ലെ. അപ്പൊ ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയൊക്കെ 0 ആവാൻ പറ്റുക? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തൊരു സാധനം തിരിച്ച് ഇങ്ങനെ പോയി ഇപ്പൊ ഇവിടേക്ക് എത്തിയ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ഇനീഷ്യൽ പോയിന്റ് ഇവിടെയാണ്, ഫൈനൽ പോയിന്റ് ഇവിടെയാണ്. അവർ തമ്മിലുള്ള ലെങ്ത് എന്താണ്? 0 അല്ലേ. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. പക്ഷെ ഡിസ്റ്റൻസ് 0 ആണോ? അല്ല. ഇയാൾ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ പോയിട്ടില്ല തിരിച്ചു വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്? ഇതാണ്, പാത്ത് ലെങ്ത് ആണ്. അപ്പൊ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്രയൊക്കെ ചോദിക്കാനുള്ളൂ ഈ ടോപ്പിക്കിന്. അപ്പൊ അത് ക്ലിയർ ആക്കാം. അപ്പൊ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നല്ല ക്ലിയർ ആക്കി കേട്ടോ. അതിന് സംശയം ഇനി വരാൻ പാടില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പൊസിഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. സാറ് പറഞ്ഞില്ല ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാന്ന്. അപ്പം ചില ക്വസ്റ്റ്യൻസിൽ ഒരു ബസ് ഇപ്പം P to Qയിലേക്ക് ട്രാവൽ ചെയ്ത് വീണ്ടും Qന്നും ഈ ലെഫ്റ്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തു എന്ന് പറയലല്ലേ? അവിടെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആഡ് ചെയ്യല്ലേ ചെയ്യല്? ഡിസ്റ്റൻസ് അപ്പം നെഗറ്റീവ് ആയിട്ടാണോ ആ സൈൻ എടുക്കേണ്ടത്? ഇല്ല, ഞാൻ പറഞ്ഞു.
ഇവിടുന്ന് ബസ് ഇങ്ങോട്ട് പോയി. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് തന്നെ പറ. 5 അല്ലേ? 5 ആണ്. അപ്പൊ ഞാൻ അവിടെ എവിടെയെങ്കിലും നെഗറ്റീവ് എടുത്തിട്ടുണ്ടോ? ഇല്ല, നെഗറ്റീവ് എടുത്തില്ല അല്ലെ? തിരിച്ചു വരുമ്പോൾ ഞാൻ നെഗറ്റീവ് എടുത്തില്ല, കാരണം ഡിസ്റ്റൻസ് ഞാൻ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഇവിടെ ഇങ്ങോട്ട് വന്നു. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 3 ആണ്. 3 ആണ്. ഓക്കെ, കാരണം ഇങ്ങനെ 2 രീതി ആലോചിക്കാം. ഒന്ന് ഇനീഷ്യൽ പോയിന്റ്, ഫൈനൽ പോയിന്റ്, അവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് 3 ആയിട്ട് ആലോചിക്കാം. രണ്ടാമത് വേറെ രീതിയിൽ എങ്ങനെ ആലോചിക്കുക? ഇവിടുന്ന് ഇവിടേക്ക് ഡിസ്പ്ലേസ്മെന്റ് 4 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് -1 ആണ്. അപ്പൊ 4 + -1 ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, അതും 3 ആണ്. ഇതുകൊണ്ട് ആ പറഞ്ഞ ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുക്കണം. ഓക്കെ സർ. അപ്പം ഡിസ്റ്റൻസ് കാണുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് നോക്കേണ്ട എടുക്കാൻ ആവശ്യമില്ല. പാടില്ല. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ദൂരം ഇപ്പൊ നടന്നു പോവാണ്, ഫിദ നടന്നു പോവാണ്, ഇവിടുന്ന് ഇവിടേക്ക് നടന്നു പോവാണ്, 4 മീറ്റർ നടന്നു. തിരിച്ച് ബാക്കോട്ട് നടക്കണ്ടേ? അത് നടപ്പല്ലേ? അപ്പൊ 1 മീറ്റർ നടന്നു, മൊത്തം 5 മീറ്റർ നടന്നു. അപ്പൊ നടന്ന ലെങ്ത് ഒന്ന് ആലോചിച്ചാൽ മതി. അത് ബാക്കോട്ട് നടന്നാലും മുമ്പോട്ട് നടന്നാലും നടന്നല്ലേ? അതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫുൾ എടുക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇനീഷ്യൽ പോയിന്റ് നോക്കുക, ഫൈനൽ പോയിന്റ് നോക്കുക, അവർ തമ്മിലുള്ള ലെങ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടേക്ക് 4 ആണ്, ഇവിടേക്ക് -1 ആണ്. 4 + -1 3 ആണ്. ഓക്കെ, ക്ലിയർ? റെഡി അല്ലേ? ഓക്കെ സർ. അടിപൊളി. അപ്പൊ യൂണിഫോം മോഷൻ എന്നൊരു ടോപ്പിക് ഉണ്ട്. ടോപ്പിക് ആയിട്ട് പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ആണ് അതിന്റെ ഡെഫിനിഷൻ. അതായത് ഒരു ഓബ്ജക്റ്റ് ഓരോ സെക്കൻഡിലും 10 മീറ്റർ കവർ ചെയ്യുകയാണെങ്കിൽ ഓരോ സെക്കൻഡിലും 10 മീറ്റർ മുമ്പോട്ട് വന്നു, 10 മീറ്റർ മുമ്പോട്ട് വന്നു, 10 മീറ്റർ വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ആ ഓബ്ജക്റ്റ് എന്താണ്? യൂണിഫോം മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പറയാം. റെഡി? ഓക്കെ. അതിന് പകരം വേറൊരു ഒബ്ജക്റ്റ് ഓരോ സെക്കൻഡില് ഫസ്റ്റ് സെക്കൻഡിൽ 10 മീറ്റർ പോയി, രണ്ടാമത്തെ സെക്കൻഡിൽ ഒന്ന് സ്ലോ ആയി 5 മീറ്റർ പോയി, മൂന്നാമത്തെ സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ പോയി, പക്ഷെ നാലാമത്തെ സെക്കൻഡിൽ 15 മീറ്റർ പോയി. മാറി മാറി കളിക്കുക. അതെന്താണ്? നോൺ യൂണിഫോം മോഷൻ ആണ്. സർ, ഇത് വരുന്നത് ഒരു ഒബ്ജക്റ്റ് പോകുമ്പോൾ ഫസ്റ്റ് 10 മീറ്റേഴ്സ് പിന്നെ 10 മീറ്റേഴ്സ് കൂടാണോ സർ ചെയ്യുന്നത്? അപ്പം ടോട്ടലി 20 മീറ്റേഴ്സ് അങ്ങനെയാണോ സർ വരുന്നത്? ഫസ്റ്റ് സെക്കൻഡ് 10 മീറ്റർ പോയി, രണ്ടാമത്തെ സെക്കൻഡില് 10 മീറ്റർ പോയി, രണ്ടാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ അല്ല, ആദ്യത്തെ സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്തു, അടുത്ത സെക്കൻഡിലും 10 മീറ്റർ കവർ ചെയ്തു. ഓരോ സെക്കൻഡിലും 10 മീറ്റർ കവർ ചെയ്തു പോകുന്നു. കിട്ടുന്നുണ്ടോ? അല്ലാണ്ട് ഫസ്റ്റ് സെക്കൻഡിൽ 10 മീറ്റർ, രണ്ടാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ അല്ല. ഇതൊക്കെ വേറെ ഡൗട്ട് ഉണ്ടാവും. ഫസ്റ്റ് സെക്കൻഡിൽ 10 മീറ്റർ, 2 സെക്കൻഡും കൂടെ കൂട്ടിയിട്ട് 10 മീറ്റർ, അങ്ങനെ എന്തൊക്കെയാണോ ആലോചിക്കുന്നത്? അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. ഫസ്റ്റ് സെക്കൻഡിൽ 10 മീറ്റർ, രണ്ടാമത്തെ സെക്കൻഡിൽ സെപ്പറേറ്റ് ആയിട്ട് 10 മീറ്റർ, രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ഫസ്റ്റ്. മനസ്സിലല്ലേ? ക്ലിയർ ആയില്ലേ? ക്ലിയർ. സിമ്പിൾ കോൺസെപ്റ്റ്. ഇതൊന്നും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഇല്ല, മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡയറക്ഷൻ മാറ്റാതെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കൂലേ? അല്ലെ? ഡയറക്ഷൻ മാറ്റാണ്ട് ഒരേ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും വ്യത്യാസം വരില്ല. അങ്ങനെയാണ് അതിന്റെ സ്പീഡും വെലോസിറ്റിയും സെയിം ആയിരിക്കും. അങ്ങനെയാണ് യൂണിഫോം മോഷനിൽ എനിക്ക് പറയാം സ്പീഡും വെലോസിറ്റിയും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓർത്ത് വെക്കാന്നേ ഉള്ളൂ. കുറെ ആലോചിക്കാൻ സമയം പറഞ്ഞുതരാം. ഓക്കെ, റെഡി? ഇതൊക്കെ അല്ലേ? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അംശം ഉണ്ടോ? ഇതിന് എതിർപ്പുണ്ടോ? ഓക്കെ, ഞാൻ അതവിടെ മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമില്ല, വലിയ കാര്യമില്ല. ഇത് ആവശ്യമുണ്ട്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ എടുക്കണം, മൊത്തം എടുക്കണം, മൊത്തം ഡിസ്റ്റൻസ് ബൈ മൊത്തം ടൈം. അതിനർത്ഥം എങ്ങനെയുള്ളൂ? ഞാനിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് ഇവിടേക്ക് പോയി, എന്റെ സ്പീഡ് ഇങ്ങനെ മാറി മാറി കളിക്കും. ഞാൻ 30 മീറ്റർ പെർ സെക്കൻഡിൽ പോയി, 40 പോയി, ഇടയ്ക്ക് ഞാൻ വണ്ടി നിർത്തിയിട്ടു, എന്നിട്ട് വീണ്ടും ഞാൻ സ്പീഡ് കൂട്ടി, പിന്നെ സ്പീഡ് കുറഞ്ഞു. റോഡിൽ ഹമ്പൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര സ്പീഡ് കുറഞ്ഞു, ഹൈവേ എത്തിയപ്പോൾ സ്പീഡ് ഇങ്ങനെ കൂട്ടി. അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിയെങ്കിൽ എന്റെ സ്പീഡ് ഇവിടെ മാറി കളിക്കുന്നില്ല. ഇതൊക്കെ സ്പീഡാണ്, സ്പീഡ് ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏതിനും ആവറേജ് സ്പീഡാണോ? ഇതൊക്കെ എന്ത് സ്പീഡാണ്? ഞാൻ ഇവിടെ സർക്കിൾ ഇട്ട് കാണിച്ചു തന്നിരിക്കുന്നത് ഇൻസ്റ്റന്റിന്റെ ഓരോ ഇൻസ്റ്റന്റിലെ സ്പീഡാണ്.
പെട്ടെന്ന് ഞാൻ ബൈക്ക് എടുത്ത് പോവാണെങ്കിൽ ബൈക്കിലെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സ്പീഡാണ്, മാറി കളിക്കും അല്ലെ, അത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. അപ്പൊ എന്റെ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? എങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം? സ്പീഡോമീറ്ററിൽ കാണാൻ പറ്റില്ല, എങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും? ഒന്നുമില്ല, ഞാൻ ഈ മൊത്തം ഡിസ്റ്റൻസ് എടുക്കും. ഞാൻ എവിടുന്ന് എവിടേക്കാണോ പോയാൽ മൊത്തം ഡിസ്റ്റൻസ് എടുക്കും. എന്നിട്ട് ഞാൻ നോക്കും ഇവിടുന്ന് ഇവിടേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം ഞാൻ ടോട്ടൽ എടുത്തു. 3 മണിക്കൂറാണോ 5 മണിക്കൂറാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യും. ഒറ്റ ഡിസ്റ്റൻസ് എടുക്കും. 400 കിലോമീറ്റർ ബൈക്കിൽ പോയി, എത്ര ടൈം ഉണ്ട്? 5 മണിക്കൂർ കൊണ്ട്. അപ്പൊ എന്റെ ആവറേജ് സ്പീഡ് എന്താണ്? 400/5 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 400/5 എന്താണ്? 80. അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ, അതാണ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്ററിൽ ആണെങ്കിൽ സ്പീഡ് ആവണമെന്നില്ല. സ്പീഡോമീറ്ററിൽ ഇങ്ങനെ കൂടി പറഞ്ഞിരിക്കും. ആവറേജ് സ്പീഡ് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഞാൻ 80 കിലോമീറ്റർ പോയി എന്നാണ് അർത്ഥം. നമ്മൾ പറയൂലേ ഇങ്ങനെ സാധാരണയൊക്കെ, നമ്മുടെ സാധാരണ അല്ലേ, ഏതാണ്ട് അത്ര. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ ആവറേജ് ആണ് മനസ്സിലെടുക്കുന്നത്. നിങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ചു പോയി, രാവിലെ കുറെ സ്പീഡിൽ 80-100 പോയി, ഇടയ്ക്ക് ടൗൺ സിറ്റി ഒക്കെ എത്തിയപ്പോൾ 40 ആയി, പക്ഷെ ഏതാണ്ട് ഒരു 60-80 പോയിട്ടുണ്ടാവും എന്ന് പറയും. അതെന്താണ്? ആവറേജ് സ്പീഡാണ് നിങ്ങൾ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. റെഡി? രണ്ട് ഇക്വേഷൻസ് ഉള്ളൂ. ഇനി ഇക്വേഷൻ മാത്രം കൊണ്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ നോക്കട്ടെ. കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ് എസ് ഓൺ. ചോദിക്കും സാർ, അപ്പൊ ഒരു ബോഡി ഇനീഷ്യൽ പൊസിഷന് തിരിച്ച് ആ പൊസിഷനിൽ തന്നെ എത്തി എങ്കിൽ ഈ ക്വസ്റ്റ്യൻ വായിക്കും. A car travels a distance s on a straight road in 2 hours and then returns to the starting point in 3 hours. 0 ആയിരിക്കും സാർ. 0 ആയിരിക്കും സാർ. ചോദ്യം വായിച്ചോ നിങ്ങൾ. ആവറേജ് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ഒരു ഒബ്ജക്റ്റ്, കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെങ്കിലും പോയിക്കോട്ടെ, എങ്ങനെ പോയാലും കുഴപ്പമില്ല, എന്നിട്ട് ഇവിടെ എത്തി 2 മണിക്കൂറിൽ. തിരിച്ച് ഇവിടുന്ന് ഇങ്ങനെ പോയി 3 മണിക്കൂറിൽ തിരിച്ചിവിടെ എത്തി. ഡിസ്റ്റൻസ് ഇതാണ് അല്ലെ, ഡിസ്റ്റൻസ് ഇത്രയും പോയിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. കാരണം എന്താണ്? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരേ സ്ഥലമാണ്. അപ്പൊ ആവറേജ് വെലോസിറ്റി എന്നാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ടാണ് ടോട്ടൽ ആവറേജ് വെലോസിറ്റി 0 ആണ്. അപ്പൊ ഗൗരീന്റെ ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ പരീക്ഷയിൽ വരും കേട്ടോ, നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ ഈ വർഷം എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ഒരു എക്സാം പേപ്പർ ആയിരിക്കും. കാരണം എന്താണ്? ഫോക്കസ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഫോക്കസ് ഏരിയനെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയനെ മാക്സിമം ചോദിക്കും. സാധാരണ വർഷങ്ങളിൽ ചോദിക്കാതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ചോദിക്കേണ്ട അവസ്ഥയാണ് എക്സാമിനേഴ്സിന്. കഷ്ടപ്പെട്ട് ചോദ്യം അതിന്റെ ഉള്ളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കി ഉണ്ടാക്കണം. അപ്പൊ അവർക്ക് എവിടെ നിന്നൊക്കെ ചോദ്യം കിട്ടുന്നോ അവിടെ നിന്നൊക്കെ അവർ ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ നമ്മൾ എന്താ ഇൻഷുർ ചെയ്യണ്ടേ? ഫോക്കസ് ഏരിയ പഠിക്കണം. അത് വിചാരിച്ച് ഫോക്കസ് ഏരിയ സിമ്പിൾ അല്ലേ, അത് ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു അല്ല. ഫോക്കസ് ഏരിയയിൽ ഓരോ കാര്യങ്ങളും പഠിക്കണം. അപ്പൊ ലൈവ് ക്ലാസ്സിൽ ഞാൻ എടുക്കുമ്പോൾ അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇന്നലത്തെ ആരൊക്കെ അറ്റൻഡ് ചെയ്തു? മോഷണൽ പ്ലെയിൻ ഞാൻ അറ്റൻഡ് ചെയ്തു. കുറെ പേര് ആൻസേഴ്സ് തെറ്റിച്ചിട്ടുണ്ടാവൂലേ? ഓപ്ഷൻസ് എന്ന ആൻസർ നല്ല അടിപൊളി തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? സാധാരണ ഇയേഴ്സിൽ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ ഈ ഇയർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദ്യം എടുത്ത് ചോദിക്കും. അപ്പം അത് ഉറപ്പായും പഠിച്ചിരിക്കണം. കോൺസെപ്റ്റ് തലേ കേൾക്കണം, പഠിച്ചിരിക്കണം. അങ്ങനെയാണ് ഫുൾ മാർക്ക് കിട്ടും. എന്തായാലും കഷ്ടപ്പെടുകയാണ്. ഇനി 70-75 ദിവസം കൊണ്ട് ബുദ്ധിമുട്ടണം അല്ലെ? നല്ല പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ ഫുൾ മാർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. A car travels with the speed 25 meter per second for 2 minutes and then with 20 meter per second for 1 minute. Calculate the total distance traveled by the car. നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 45 meter 4200 meter. 4000 ആണ്, 45 ആവില്ല കേട്ടോ. അതിലെ മിനിറ്റ്സ് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? അപ്പൊ നിങ്ങളെ ഈ പരീക്ഷയിൽ ഇപ്പൊ അറിയുന്നവർ ഇങ്ങനെ ചെയ്തു പോവാ. അറിയാത്തവർ ഈ സാധനമൊക്കെ കാണുമ്പോൾ ഒരു തല കറങ്ങുന്ന പോലെ തോന്നുന്നവർ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്താ അറിയുന്നത്? നിങ്ങൾക്ക് ആ സ്പീഡിന്റെ ഫോർമുല അറിയാം. സ്പീഡിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. എഴുതി വെക്കുക ആദ്യം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇതൊന്ന് എഴുതി വെക്കുക. വേണം ആവറേജ് സ്പീഡിന്റെ ഫോർമുല അതൊന്ന് സൈഡിൽ എഴുതി വെച്ചേക്കുക. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതൊക്കെ എഴുതി ഒന്ന് നൈസായിട്ട് വെക്കാം. അങ്ങനെയാണ് എളുപ്പം എനിക്ക് ചെയ്യാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവർ ചെയ്തു പോകാൻ വേണ്ടി.
ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? കാറിന്റെ സ്പീഡാണ് അല്ലെ, സ്പീഡ്. സ്പീഡ് ഇതെന്താണ്? ടൈമാണ്. ഇത് വീണ്ടും സ്പീഡ് മാറിയപ്പോഴുള്ള സ്പീഡ്, ഇത് വീണ്ടും ആ എത്ര സ്പീഡാണോ ആ ടൈമിലേക്ക്. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ഫോർമുല ഉണ്ട് കണ്ടോ, ഈ ഫോർമുലയിൽ നിന്ന് സാധനം നേരത്തെ കിട്ടും. അപ്പൊ അതിനോട് ഫോർമുല എഴുതി വെക്കാൻ പറയുന്നത് ആദ്യം. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് എങ്ങനെ എടുക്കുക? ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ, സ്പീഡും ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടുക? ഒന്നുമില്ല. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. റെഡി? അങ്ങനെയാണ് ഇത്രയും സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഡിസ്റ്റൻസ് അതായത് D1 എടുക്കാം. അതായത് 25 മീറ്റർ പെർ സെക്കൻഡ് 2 മിനിറ്റിൽ പോയപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് കേട്ടോ, അത് സ്പീഡാണ്. ഇൻറ്റു ടൈം എത്രയാണ്? 2 മിനിറ്റ് ആണ്. അതിനെന്തിലേക്ക് ആക്കണം? സെക്കൻഡിലേക്ക് ആക്കിയാൽ തെറ്റി. സെക്കൻഡിലേക്ക് ആക്കിയാൽ തെറ്റില്ല. അപ്പൊ ഇൻറ്റു 60 ചെയ്യാം. മിനിറ്റ്സിന് സെക്കൻഡിലേക്കാണെങ്കിൽ എപ്പോഴും ഇൻറ്റു 60 ചെയ്യാം. കാരണം എന്താണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 60 സെക്കൻഡ്. ഇനി മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാം. 25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 50, 50 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ 3000 മീറ്റർ. റെഡി അല്ലേ? റെഡി. ഇത് കഴിഞ്ഞില്ല, D1 ഉള്ളൂ. അതായത് 25 മീറ്റർ പെർ സെക്കൻഡിൽ 2 മിനിറ്റിൽ പോയപ്പോഴുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി 20 മീറ്റർ പെർ സെക്കൻഡിൽ 1 മിനിറ്റിൽ പോയപ്പോഴുള്ള ഡിസ്റ്റൻസ് നമ്മൾ D2 എന്ന് വിളിക്കാം. ഇവിടെ എന്തായിരിക്കും? 20 ഇൻറ്റു 1 ഇൻറ്റു 60, 1200 മീറ്റർ D2 കിട്ടി. ഇത്രയും ചെയ്താൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നിങ്ങൾ എന്തെങ്കിലും പൊട്ടത്തരാണ് ചോദിക്കാന്ന് വിചാരിച്ചിട്ടും പേടിച്ചിരിക്കണ്ട. ഈ സ്കൂളിൽ പേടിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കും. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊന്നും അറിയുന്നില്ലല്ലോ, പിന്നെ എന്തിനാ? ഇത്രയും ചെയ്താൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ. ആരെന്തോ ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. അപ്പം 3000 പ്ലസ് 1200 4200, 4200 മീറ്റേഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്ന വേറെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം 4200 മീറ്റേഴ്സ്. ആരോ 4500 എന്ന് പറഞ്ഞില്ലേ? തെറ്റിപ്പോയി, കുഴപ്പമില്ല. ആവറേജ് സ്പീഡ് എന്താണ്? നെക്സ്റ്റ് ചോദിച്ചാൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? പറയൂ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടോട്ടൽ ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ എഴുതി വെക്കാം. ബൈ ടോട്ടൽ ടൈം അങ്ങനെ തന്നെ എഴുതി വെക്കാം. തെറ്റിപ്പോണ്ട. ആ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 4200 മീറ്റർ. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? ഈ 2 ടൈം അല്ലേ, രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ 2 + 1 3 മിനിറ്റ്സ്. 3 മിനിറ്റ്സ് സെക്കൻഡ്സിലേക്ക് ആക്കണമെങ്കിൽ 3 ഇൻറ്റു 60, 1800 അല്ല 180 ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 6ഉം 7ഉം കട്ട്, 0ഉം 0ഉം കട്ട്. അപ്പൊ എന്താ കിട്ടും? 70/3. കറക്റ്റ് അല്ലേ ഞാൻ ചെയ്തത്? അതിലൊന്നും കുഴപ്പമില്ലല്ലോ. 0 0 കട്ട് 70. ഓക്കെ, 70/3. 70/3 മീറ്റർ പെർ സെക്കൻഡ്. അത്ര എഴുതി വെച്ചാൽ മതി. അതിനെ പിന്നെ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാൻ പോകണ്ട. സർ എക്സാമിന് പിന്നെ അത് ചെറുതാക്കാൻ പോകണ്ട? ഒരാവശ്യമില്ല. ഫുൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ വേണം ചെയ്തോ. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വേണം ചെയ്തോ. ചെയ്തില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല. ഒറ്റ മാർക്ക് പോലും കളയാൻ പറ്റില്ല. കാൽക്കുലേറ്റർ ഉള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് ചെയ്തിട്ടേക്കാം. എന്താ പറഞ്ഞുതരും. എന്നാണ് ഒന്നൊരു പറഞ്ഞുതരാം. ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? 4200. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ആ മുകളിലത്തെ കാര്യം റെഡിയായി. താഴത്തെ ടൈം ആണോ പ്രശ്നം? കുഴപ്പമില്ല. ടൈം ഇവര് പറഞ്ഞെന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്താണ്? 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡില് 2 മിനിറ്റ് ആണ് കാർ ഓടിച്ചിരിക്കുന്നത്. അപ്പൊ 2 മിനിറ്റ് കാറ് പോയി എന്ന് ഉറപ്പാണ് അല്ലെ? 2 മിനിറ്റ് കാർ ഓടിച്ചിട്ടുണ്ട് എന്തോ സ്പീഡിൽ. അതിനുശേഷം 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് കുറച്ചു. എന്നിട്ട് ആ 1 മിനിറ്റിൽ പോയി. 1 മിനിറ്റത്തേക്ക് സ്പീഡ് കുറച്ച് പോയി. അപ്പൊ മൊത്തം എത്ര ട്രാവൽ ചെയ്തു കാർ? 2 മിനിറ്റും 1 മിനിറ്റും കൂടെ കൂട്ടിയാൽ 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് ആണ്. അപ്പൊ താഴെ നമ്മൾ എന്ത് ചെയ്യും? 3 മിനിറ്റ് വരണം. അപ്പൊ താഴെ 3 എന്ന് എഴുതി. പക്ഷെ 3 മിനിറ്റ് SI യൂണിറ്റ് അല്ല, സെക്കൻഡ്സിലേക്ക്. അപ്പൊ ഇൻറ്റു 60 കൂടി ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് കട്ടൊക്കെ ചെയ്തു. ആ കട്ടിന് എന്തെങ്കിലും സംശയമൊന്നുമില്ല. 4200/3 × 60. ഈ 6ന്റെ 0യും ഇതിന്റെ 0യും കട്ട് ചെയ്തു. ഞാൻ നോക്കുമ്പോ ഉണ്ടാവും 6 × 7 42 ആണ്. ഒരു 0യും കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ 70/3. റെഡിയാണോ? ഇനി ഇതൊക്കെ പറഞ്ഞോ. ക്വസ്റ്റ്യനിൽ മിനിറ്റിന് പകരം ഹവർ ആണ് തന്നെങ്കിൽ ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം എന്താണ്? ഒരു അവർ മിനിറ്റിലേക്ക് എന്ത് ചെയ്യണം?
ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 മിനിറ്റോ? 60 മിനിറ്റ്. 60 മിനിറ്റ്. ഓക്കെ, തെറ്റിക്കരുത്. നിങ്ങൾ എന്തിനാ ഫോർമുല ആലോചിക്കുന്നത്? നിങ്ങൾ ലോജിക് ആയിരിക്കും. ഒരു മണിക്കൂർ എത്ര മിനിറ്റ് ഉണ്ടാവും? 3600 മിനിറ്റ് ഉണ്ടാവും. 60 മിനിറ്റേ ഉള്ളൂ അല്ലെ? 10 മിനിറ്റ്, 20 മിനിറ്റ്, 40 മിനിറ്റ്, അരമണിക്കൂർ, ഒരു മണിക്കൂറായി. ഇത് ആരായി വരയ്ക്കുന്നത്? ഇതിന്റെ മുകളിൽ ആരും വരയ്ക്കല്ലേ. ഈ മിനിറ്റിന്റെ നമ്മൾ എത്രയൊക്കെ എങ്ങനെ സെക്കൻഡ്സിലേക്ക് ആക്കുക? 1 × 16 കൂടി ചെയ്യും. അപ്പൊ 1 × 16 കൂടെ ചെയ്തേ, അപ്പൊ 30 സെക്കൻഡ്സിലേക്ക് എത്തി. അപ്പൊ 16 × 60 3600 സെക്കൻഡ്. ഇങ്ങനെയാണ് 1 അവർ സെക്കൻഡ്സിലേക്ക് ആക്കുക. അപ്പൊ 2 അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആണ്? 2 × 3600. 2 അവർ എന്ന് പറഞ്ഞാൽ 2 × 3600. അത്രേ ഉള്ളൂ സെക്കൻഡ്സ്. അത് ചെയ്താൽ തെറ്റും കേട്ടോ. മൊത്തം തെറ്റും. താഴെ 3 എന്നൊക്കെ എഴുതി ചെയ്താൽ കളി മാറി. ഓക്കെ, അപ്പം അസൈൻമെന്റിലേക്ക് ആക്കാം. ഇനി ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യം. ഡിഫൈൻ ആവറേജ് സ്പീഡ് നമ്മൾ ഡിഫൈൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ രസത്തിനാണ് ചോദിച്ചെന്നുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതണ്ട, ഡിഫൈൻ എന്ന് പറയുമ്പോൾ എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഫുൾ ഫോർമുല എഴുതിയാലും മാർക്ക് ഫുൾ കിട്ടും. ഇനി എഴുതാം ആവറേജ് സ്പീഡ് ഇസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ ഗിവൺ ടൈം എന്നോ അല്ലെങ്കിൽ ഇൻ ദ ടോട്ടൽ ടൈം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതിന്റെ മുമ്പത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കാം. ഓക്കെ സർ, സ്ക്രീൻഷോട്ട് എടുക്കാനായിരുന്നു. ശരി, അത് സ്ക്രീൻഷോട്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് നല്ലൊരു ചോദ്യമാണ്. A car covers first half of a distance between two places at a speed of 40 km/h and the second half at 60 km/h. Calculate the average speed. അതായത് കാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. പകുതി ദൂരം 40 km/h പോയി, 40 സ്പീഡിൽ പോയി. ബാക്കി പകുതി 60 പോയി. അപ്പൊ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? 40 + 60/2 ആണോ? അല്ലെ? ഫസ്റ്റ് ഹാഫ് 40 പോയി, ബാക്കി അതേ ഡിസ്റ്റൻസ് തന്നെ 60 പോയി. അപ്പൊ ആവറേജ് സ്പീഡ് എന്താണ്? 40/60 + 2 ആയിരിക്കില്ലേ? 100/2 50. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എന്താണ് എതിർപ്പുണ്ട്? ഓക്കെ, നിങ്ങളൊക്കെ പഠിച്ചു വന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, എങ്ങനെ ആൻസർ ആവാ? 50 ആവൂല അല്ലെ? 50 ആവൂല. 2/1/v1 + 1/v2 ചെയ്താൽ മതി. അത് ചെയ്താൽ മതി. ആ ഫോർമുല അറിയുന്നോണ്ടല്ലേ. കോൺസെപ്റ്റ് എന്താണ് അതിന്റെ ഫോർമുല? ഫസ്റ്റ് ഹാഫിൽ കവർ ചെയ്യണത് എക്സ് ആക്കിയിട്ടും സെക്കൻഡ് ഹാഫിൽ കവർ ചെയ്യണത് എക്സ് ആക്കിയിട്ടും നമുക്ക് ചെയ്യാം. ഓക്കെ, അടിപൊളി. ശരി, ആൾക്കറിയാം. അപ്പം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഇപ്പൊ അത് അറിയുന്നോണ്ട് ഒരു കാര്യം, 80% കുട്ടികളും എഴുതാൻ പോകുന്നത് 50 m/s എന്നാണ്. കാണുമ്പോൾ എന്താണ്? പകുതി ദൂരം 40, ബാക്കി പകുതി ദൂരം 60. 40 + 60/2 50 കിട്ടും. അങ്ങനെ ചെയ്താൽ തെറ്റും. പകുതി സമയമായിരുന്നു അങ്ങനെ ചെയ്യരുത്. ഓക്കെ, പക്ഷെ എന്താ റീസൺ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കാം എങ്ങനെയാണെന്ന്. റീസൺ ഒക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ സമയം അതിന് പോയിക്കോളും. കാരണം വെലോസിറ്റിയും അല്ല സ്പീഡും ഡിസ്റ്റൻസും ഡിറക്റ്റ് എന്താണ് ലീനിയർ റിലേഷൻഷിപ്പ് അല്ല. പേടിക്കണ്ട, മനസ്സിലായില്ല എന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. നമുക്ക് അതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യം. നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ആവറേജ് സ്പീഡാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആവറേജ് സ്പീഡിന്റെ ഒരു ഫോർമുല ഞാൻ പറഞ്ഞു, കറക്റ്റ് ആയിട്ട് കൂടെ എഴുതി വെച്ച പണി തീരും. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ആലോചിക്കണ്ട, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അത് അങ്ങോട്ട് തലയിൽ കയറ്റുക. അത് ചെയ്താൽ എന്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കില്ല. ഈ സാധനം കറക്റ്റ്, ഈ ബേസിക്സ് അറിയണം. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാറ് ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് പോവാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് 2x ആക്കി എടുത്താൽ ഗുണം ഉണ്ടാവും. ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ 2x ആയിട്ട് എടുത്തു. എന്തുകൊണ്ട് x എടുത്തുകൂടാ? കുഴപ്പമൊന്നുമില്ല, x എടുത്താലും പ്രശ്നമൊന്നുമില്ല. 2x എടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ പകുതിയിൽ വെച്ചിട്ട് എനിക്ക് ഇതിനെ x ആയിട്ട് എടുക്കാം, ബാക്കി പകുതി x ആയിട്ട് എടുക്കാം. അല്ല x/2 എന്നൊക്കെ വരും, ഫ്രാക്ഷൻ വരും. ഫ്രാക്ഷൻ നമുക്ക് ഇഷ്ടമല്ല. എന്തെടുത്താലും കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഞാൻ 2x ആയിട്ട് എടുത്തപ്പോൾ എനിക്ക് പകുതി ആക്കുമ്പോൾ x കിട്ടി. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണ് x എന്ന് പറഞ്ഞ ഈ ദൂരം എത്ര സ്പീഡിലാണ് പോയത്? ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? 40. ഇനി ഒരു കാര്യം, ഈ 40 km/h നമ്മള് ശരിക്കും പറഞ്ഞാൽ m/s ആക്കണം. പക്ഷെ കുഴപ്പമില്ല, എല്ലാം km/h എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ആക്കി ചെയ്യാം, പക്ഷെ ആക്കാൻ പറഞ്ഞിട്ടില്ല. പോരാത്തിന് എന്താണ് ഞാൻ പറഞ്ഞുതരാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം മൊത്തത്തിൽ അവസാനം km/h വന്നോളൂ കറക്റ്റായിട്ട്.
അതിനെപ്പറ്റി പേടിക്കണ്ട. അപ്പൊ 40 തന്നെ എടുത്തു. ഈ ബാക്കി പകുതി എത്ര സ്പീഡിലാണ് പോയത്? സാർ ഒന്ന് കിലോമീറ്റർ പെർ ഹവറും മറ്റൊരു കിലോമീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ എന്തെങ്കിലും തരുമോ സാർ? അങ്ങനെ വരുമോ? അങ്ങനെ ഒന്നും വരാറില്ല. അങ്ങനെ വ്യക്തി കാണിച്ചിടണോ? അല്ല അങ്ങനെയൊന്നും പരീക്ഷ ഇല്ല. അത്രയ്ക്കൊന്നും അവർ കാണിക്കില്ല. മീറ്റർ പെർ സെക്കൻഡും തരും, കിലോമീറ്റർ പെർ ഹവറിന്റെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതിന്റെ ഒരു ക്വസ്റ്റൻ നമ്മൾ ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട. അപ്പൊ സ്പീഡ് 60 ആണ് ഇവിടെ. അപ്പൊ വേറെ സ്പീഡാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഈ സ്പീഡ് അറിയണം. നമുക്ക് വേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് വേണം, ടോട്ടൽ ടൈം വേണം. രണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ പണി കഴിഞ്ഞു. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? നോക്കിയിട്ട് പറ. ഈ ഫിഗർ നോക്കിയിട്ട് എന്താ? 2x ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. എക്സ് എന്നല്ല, എക്സ് പകുതി ബാക്കി പകുതി എക്സ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 2x. ആ 2x അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പൊ ന്യൂമറേറ്റർ കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്ററിലാണ് എല്ലാവർക്കും കുറച്ച് പ്രശ്നം. ടോട്ടൽ ടൈം എങ്ങനെ എടുക്കുക? ടൈം തന്നിട്ടേ ഇല്ല. ടൈം എങ്ങനെ എടുക്കും? അപ്പൊ നമുക്ക് അറിയുന്ന ഫോർമുല എന്താണ്? ഡിസ്റ്റൻസിന്റെ അല്ല, സ്പീഡിന്റെ ഫോർമുല അറിയാം അല്ലെ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഫോർമുല അറിയാം. അങ്ങനെയാണ് ഇതിന്റെ ടൈം എന്തായിരിക്കും? ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? താഴെ ടൈമാണ് വേണ്ടത്. അപ്പൊ ടൈമിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം ടൈം ഇസ് ഈക്വൽ ടു ടൈം അങ്ങോട്ട് പോയി, അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ശരിയല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ദൂരം സഞ്ചരിക്കാൻ ഈ കാർ എടുത്ത ടൈം എന്തായിരിക്കും? അതിന് T1 എന്ന് വിളിക്കാം. ഓക്കെ, ആ T1 ഇസ് ഈക്വൽ ടു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് ആണ്, അപ്പൊ എക്സ് ആണ് ഡിസ്റ്റൻസ് ബൈ ഇവിടുത്തെ സ്പീഡ് 40 ആണ്, അപ്പൊ 40 ആണ് സ്പീഡ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പ്രശ്നമൊന്നുമില്ല അല്ലെ? എന്തായാലും നിങ്ങൾക്ക് അറിയാം, ഇത്രയും സഞ്ചരിച്ച ടൈമും വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണ്? ഈ എക്സ് ഡിസ്റ്റൻസ് 40 പോയെ, ഇത് 60 പോയെ. അപ്പൊ ടൈം എന്തായാലും വ്യത്യാസം ഉണ്ടാവും. സെയിം ഡിസ്റ്റൻസും ആണ്, ടൈം എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ T1 എടുത്തു, ഇവിടെ T2 എടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം കിട്ടും അല്ലെ? അല്ലാണ്ട് ഒറ്റയടിക്ക് ടോട്ടൽ ടൈം എനിക്ക് കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? രണ്ട് ടൈമും വേറെ വേറെയാണ്. അത് ലോജിക്കലാണ് അല്ലെ? ലോജിക്കലല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും തലയിൽ എന്തൊരു പ്രശ്നം വരുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണ് T2 എന്താന്ന് പറ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? എക്സ് ആണ്. ഇവിടുത്തെ സ്പീഡ് എന്താണ്? x/60. പണി കഴിഞ്ഞു. ഇനി ടോട്ടൽ ടൈം എന്തായിരിക്കും? T1 T2 കിട്ടി. വേറെ ഏതെങ്കിലും ടൈം ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല, മൊത്തം ടൈം കിട്ടി. അപ്പൊ T1 + T2 is equal to x/40 + x/60. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തം ഞാൻ വായിക്കാൻ പോണേ. ഇനി പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. മൊത്തം ഞാൻ വായിക്കാൻ പോണേ. അങ്ങനെയാണ് വായിക്കുന്നതിന് മുമ്പ് ടോട്ടൽ ടൈം കിട്ടിയില്ലേ? ഈ ടോട്ടൽ ടൈം എടുത്ത് മുകളിലേക്ക് ഇടട്ടെ. x/40 + x/60. എക്സിനെ കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. വെയിറ്റ് കട്ട് ചെയ്യാം. ക്രോസ് ചെയ്തിട്ട് എല്ലാം ചെയ്യാം. വെയിറ്റ്. ഇത്രയും നിങ്ങൾ ഈ x/40 x/60 ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് 3.5 മാർക്ക് കിട്ടും. പിന്നെ ഒരു 1/2 മാർക്കിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ട് അവസാനം ആൻസർ കിട്ടുന്നത്. ഓക്കെ, ആൻസർ എത്തിയില്ല, ഇത്ര എഴുതി വെച്ചാൽ 3.5 മാർക്ക് കിട്ടും. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് 1/2 മാർക്ക് വേറെ എവിടെന്നെങ്കിലും പോയി വാങ്ങാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? മൊത്തം ഞാൻ വായിക്കാൻ പോണേ. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആയിരിക്കണേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അപ്പൊ ആവറേജ് സ്പീഡ് എന്താണ്? പറ. പറഞ്ഞുതരുമോ? എവിടെ മുതലാണ് ഒന്നുകൂടി പറഞ്ഞേ? ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചത് ഞാൻ മൊത്തം ഡിസ്റ്റൻസ് 2x ആയിട്ട് എടുത്തു. അത് ഞാൻ പറഞ്ഞില്ലേ? ഓർമ്മയില്ലേ? സർ 2x ആയിട്ട് എടുക്കുമ്പോ x ഈക്വൽ ആയാലേ നമുക്ക് രണ്ടും ഒരേപോലെ എടുക്കാൻ പറ്റുള്ളൂ. ഈക്വൽ ആണല്ലോ ഇവര് പറഞ്ഞില്ലേ? ഇവര് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? ദ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്. ആദ്യ പകുതി ഒരു സ്പീഡിൽ പോയി, മറ്റേ പകുതി ശ്രദ്ധിക്കണേ. ആദ്യ പകുതി 10 മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ 5 മീറ്റർ ഞാൻ ഒരു സ്പീഡിൽ പോയി, ബാക്കി 5 മീറ്റർ തന്നെ വേറെ സ്പീഡിൽ പോയി. അപ്പം x. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരില്ല. ആദ്യത്തെ 10 മീറ്റർ അങ്ങനെയൊന്നും
വരാൻ ചാൻസ് ഇല്ല, പേടിക്കണ്ട, ഇങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പം ഇവിടെ വരെ ഞാൻ എത്തിയേ. അപ്പൊ ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഇങ്ങനെ എത്തി. ഇനി എന്താണ്? ഇനി ഒന്നുമില്ല. ഈ 2x ബൈ എക്സിനെ ഞാൻ പുറത്തെടുക്കാം കേട്ടോ. എക്സിനെ പുറത്തെടുക്കാം 1/40 + 1/60 കിട്ടും. ഓക്കെ, എക്സിനെ ഞാൻ പുറത്തേക്ക് വലിച്ചെടുത്തു. ഈ എക്സും ഈ എക്സും കട്ടായി. അപ്പൊ എന്ത് കിട്ടും? 2/1/40 + 1/60. ഈ 1/1 എങ്ങനെ ചെയ്യാം? ഒന്നുമില്ല, 2/60 + 40. മുകളിലെ താഴെയുള്ള ആൾക്കാരെ മുകളിലേക്ക് കയറ്റുക. അപ്പൊ എന്താണ്? 60 + 40 ഡിവൈഡഡ് ബൈ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ 40 × 60. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ്. അറിയില്ലെങ്കിലും ഓർത്തോ, 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ മുകളിൽ എന്തായി? 40 + 60 ആയി, അല്ലെ 60 + 40 ആയി. S/40 S/60 എന്ന് കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞ, നേരത്തെ ചോദിക്കണം. അപ്പൊ ഞാൻ എഴുതുമ്പോ തന്നെ ഡൗട്ടിന്റെ അപ്പൊ ചോദിക്കണം, അല്ലെങ്കിൽ എന്താ പ്രശ്നം ഞാൻ മൊത്തം ബാക്ക് അടിച്ച് കൊണ്ടുവരണം. ഓക്കെ, ശരി. ഞാൻ ടൈമിനെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതിയ മനസ്സിലായോ? സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈം എന്തായിരിക്കും? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈമിനെ ഞാൻ എവിടെ കൊണ്ടുവന്നു? സ്പീഡിനെ ഇവിടെ കൊണ്ട് ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതി. അപ്പൊ ടൈം എപ്പോഴും എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സമ്മതിച്ചു? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം മാത്രം ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഹാഫ്. അവിടുത്തെ ടൈം എത്രയായിരിക്കും? അവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് ബൈ അവിടുത്തെ സ്പീഡ് ആയിരിക്കണ്ടേ? മനസ്സിലായി. അങ്ങനെയാണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? എക്സ് ആണ്. അവിടുത്തെ സ്പീഡ് എന്താണ്? 40 ആണ്. ബൈ 40, x / 40. ഇവിടെ x/60. ഓക്കെ, റെഡി അല്ലേ? ഇനി ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഡൗട്ടിന്റെ അപ്പൊ ചോദിക്കാനുണ്ടോ? അല്ലേ കണ്ടോ അങ്ങനെ ബാക്ക് അടിച്ച്. ഓക്കെ. അപ്പൊ 2/1/40 + 1/60 ഒക്കെ നമ്മൾ ചെയ്തു. 1/40 + 1/60 എങ്ങനെ ചെയ്യാം? 1/40 60 ഇങ്ങോട്ട് കൊണ്ടുപോവാ, 40നെ മുകളിലേക്ക് കൊണ്ടുപോവാ, ഡിവൈഡഡ് ബൈ 40 × 60. അതാണ് അതിന്റെ റൂള്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തു. നമ്മൾ അവിടെ വരെ എത്തി. 40 × 60. ഓക്കെ, ഇനി 40 × 60നെ ഞാൻ എന്ത് ചെയ്യും? മുകളിലേക്ക് കയറ്റാം. അറിയാലോ അല്ലത്? 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 സാധനം ഉണ്ടെങ്കിൽ ഇവനെ എടുത്തെങ്കിൽ മുകളിലേക്ക് ഇടാം. അറിയാലോ അല്ലെ? അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. എക്സാം ടൈമിൽ അല്ല ഡിസ്കസ് ചെയ്യണ്ട. എന്നാലും 40 × 60 ഇവിടെ വരും. ഡിവൈഡഡ് ബൈ 60 + 40 എന്താണ്? 100. ഓക്കെ ആണോ? ആ സാധനത്തെ മുകളിലേക്ക് കൊണ്ടുപോയപ്പോ എല്ലാവർക്കും തല വട്ടായി പോയോ? ഓക്കെ ആണ് സർ. ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? 40 × 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 2400 ആണ്. 6 × 4 24 ആണ്. 40 × 60 2400 ആണ്. 2400 × 2 4800 ആണ്. ഓക്കെ, 4800 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 100ന്റെ 2 0, ഇതിന്റെ 2 0 പോയി. ആൻസർ 48 km/h. ആൻസർ എന്താണ്? 48 km/h. ഓക്കെ ആണോ? ആർക്കും സംശയം? ചെയ്തൂടെ? ഇങ്ങനെ 2 × S1 + S2 S1 × S2 ഫോർമുല അല്ലേ? 2E1 V2 V1 + V2 വെച്ചാലും കിട്ടും. പരീക്ഷയിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്താണ്? അവർ കോൺസെപ്റ്റ് ആണ് നോക്കുന്നത്. ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്ന അറിയോ? ഈ ഫോർമുല ഇത് വെച്ച് നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഒരു മാർക്ക് ചിലപ്പോൾ കട്ട് ചെയ്യും. അപ്പൊ ഫോർമുല ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് ഇത് അറിയെങ്കിൽ ഈ മെത്തേഡ്, അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇവിടെ ഒരു ഫോർമുല ഒരു ഉടായ്പും ഇല്ല. ഇതാണ് സാധനം. ആവറേജ് സ്പീഡിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഇത് ഇപ്പൊ ഞാൻ കുറെ സമയം എടുത്ത് ചെയ്യുന്നതാണ്. നിങ്ങൾ എക്സാമിന് ഇത് ചെയ്യാൻ പോകുമ്പോൾ എന്താണ്? പെട്ടെന്ന് കൊണ്ട് ചെയ്യാം. 2x x/, വേഗം കൊണ്ട് ചെയ്യാം. എത്ര സമയം എടുക്കും? 1 മിനിറ്റ് എടുക്കും, മാക്സിമം 1.5 മിനിറ്റ് എടുക്കും. അങ്ങോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുല ആയിട്ട് എന്താണ്? അതെന്താ അവിടെ ഇവിടെ കോൺസെപ്റ്റ് ഇല്ല. അത് നിങ്ങളെ എൻട്രൻസിന്, നീറ്റിനും ജെഇക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഫോർമുല വെച്ച് ചെയ്യാം. പക്ഷെ ജെഇക്കും നീറ്റിനും പോലും ഇപ്പൊ ചോദിക്കുന്നത് ഈ ഫോർമുല വെച്ച് ചോദിക്കാറില്ല. അത് ഇത് മെമ്മറൈസ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ എക്സാമിന് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് വെച്ച് ചെയ്യാം. ഇനി ഇത് വെച്ച് ചെയ്ത് കിട്ടും. ഇങ്ങനെ ചെയ്ത് കൺഫ്യൂഷൻ ആകുമ്പോൾ എന്ത് ചെയ്യാം? 2n V1 V2 V1 + V2 എന്ന് പറഞ്ഞ് കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഫോർമുല ഇതുവരെ കാണാത്തവർക്ക് ഇതാ മനസ്സിലാക്കേണ്ടത്. 2 ഈക്വൽ ഇതേ സിറ്റുവേഷൻ വന്നു അല്ലെ? അതായത് ഈക്വൽ ഡിസ്റ്റൻസ് സ്പീഡ് വേറെ ആണെങ്കിൽ അതിനൊരു ആവറേജ് സ്പീഡിന്റെ ഒരു ഫോർമുല ഉണ്ട്.
നിങ്ങളുടെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ചേട്ടാ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും. അത് 2 into V1 V2 by V1 plus V2. V1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 40 ആണ്, V2 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പൊ 2 into 40 into 60 by 40 plus 60. അപ്പോഴും ആൻസർ എന്തായിരിക്കും? 48 ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് വന്നപ്പോ അതേ ഫോർമുല അതേപോലെ എത്തി. കാരണം എന്താണ്? അവിടുന്നാണ് ഈ സാധനം വരുന്നത്. ഓക്കെ, Sir. അപ്പം പറ. ഒരു 1/3 ഒരു വെലോസിറ്റിയും വേറെ 1/3 വേറൊരു വെലോസിറ്റി, വേറെ 1/3 വേറെ വെലോസിറ്റി വന്നാൽ നമ്മൾ എങ്ങനെ ആവറേജ് സ്പീഡ് കാണുക? കോൺസെപ്റ്റ് ഉപയോഗിക്കുക. കോൺസെപ്റ്റ് എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ എന്ത് ചെയ്യണം? 1/3 ഒരു വെലോസിറ്റിയിൽ പോയി എത്ര ടൈമിലേക്ക് പോയി നോക്കുക. അപ്പോൾ അവിടുന്ന് ഡിസ്റ്റൻസ് കിട്ടി. റെഡി? മനസ്സിലാവുണ്ടോ? 1/3 എന്താ? 1/3 എത്ര ടൈമിനോ? 1/3 ഡിസ്റ്റൻസ്. അതൊന്നുമില്ല. അതിപ്പോ എന്ത് ചെയ്യണം? 1/3 ഡിസ്റ്റൻസിന് പോയി എന്ന് പറഞ്ഞാൽ മൊത്തം ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക? 3x എടുക്കുക. x. അപ്പൊ നിങ്ങളുടെ മറ്റേ ഉടായ്പ ഫോർമുല നടക്കൂല. 2v1 v2 മനസ്സിലായില്ലേ? 3 ഡിസ്റ്റൻസ് x ആയിട്ട് എടുക്കുക. നമ്മൾ ചെയ്ത കാര്യം വീണ്ടും ചെയ്യാം. ഇവിടെ മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? 3x. അപ്പം ന്യൂമറേറ്റർ 3x വന്നു. ഡിനോമിനേറ്ററിൽ ടോട്ടൽ ടൈം ആണ് വേണ്ടത്. അപ്പം ഇവിടെ എത്ര സ്പീഡിലാണ് പോയത്? 40 ആണ്. ഇവിടെ 60 ആണ്. ഇവിടെ ലെറ്റ്സ് ഒരു 70 ആണ്. അപ്പൊ ടൈം താഴെ എന്ത് വരും? x/40 plus x/60 plus x/70 വരും. പിന്നെന്ത് ചെയ്യാ? അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കറക്റ്റ് ആണ്. അതുകൊണ്ട് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കട്ട് ചെയ്ത് കൊണ്ട് ചെയ്ത് പോവാ. അതൊക്കെ മാത്തമാറ്റിക്സ് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നോ ജെയിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചില എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഇതുപോലത്തെ ഫോർമുല വന്നിട്ട് അത് ഉപയോഗിച്ച് ചെയ്തോളാൻ പറയും. വർക്ക് ചെയ്യോ? ഇല്ല. അവര് തരുന്ന ചോദ്യത്തിന് വർക്ക് ചെയ്യും. നിങ്ങൾ നീറ്റിന് പോയി ഇരുന്നോക്ക്, അല്ലെങ്കിൽ ജെയ്ക്ക് പോയി ഇരുന്നോക്ക്. ഒറ്റ ചോദ്യം പോലും ഇപ്പൊ ചോദിക്കില്ല. അതായത് 2005-ലോ 2004-ലൊക്കെ ജയിലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലല്ലേ? അങ്ങനത്തെ കോമഡി ചോദ്യങ്ങളും. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങളുടെ എക്സാമിനും വരുള്ളൂ, ജെയ്ക്കോ നീറ്റിനും വരുള്ളൂ. 1/3 ഡിസ്റ്റൻസിലാകുമ്പോ ഇക്വേഷന് 3 into x1 x2 x3 by s1 plus s2. അത് എവിടുന്നാണ് കിട്ടുന്നത്? ഇവിടുന്നാണ് കിട്ടുന്നത്. പക്ഷെ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ കാര്യം ചോദിക്കുന്ന വെച്ചാൽ, നിങ്ങൾ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര പഠിക്കാനുണ്ട്? എത്ര ഇക്വേഷൻസ് പഠിക്കും? 7 വെലോസിറ്റിക്ക് 7 ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ പഠിക്കുവോ? 1/7 1/7 1/7 ഇക്വേഷൻ പഠിക്കുവോ? ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടി നിർത്തി നീറ്റുകാരും ജെയ്ക്കാരും. കാരണം അവർക്കും അറിയാം നിങ്ങൾ ഇങ്ങനത്തെ ഓരോ ഫോർമുല പഠിച്ചിട്ട് പോവാ. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഇനിയുള്ള നീറ്റിനും ജെയ്ക്കും എന്നാണ്. ഇതൊക്കെ 5-6 വർഷമായിട്ട് ജെയ് നീറ്റ് പാറ്റേൺ തന്നെ ഡിഫറെന്റ് ആണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്ത് നോക്കുക. പ്രീവിയസ് ഇയർ ഈ ഫോർമുലയൊക്കെ നേരിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇല്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണ്, ഏത് ക്വസ്റ്റ്യൻ വേണം ചെയ്യാം. എനിക്ക് 1/7 1/7 വെച്ചിട്ടും ചെയ്യാം, 1/100 ഡിസ്റ്റൻസ് ചെയ്യാം. ഇനി ഡിസ്റ്റൻസ് മാറി കളിച്ചാലോ? 10 മീറ്റർ 50 മീറ്റർ 70 മീറ്റർ മാറ്റി കളിച്ചാലോ? എനിക്ക് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഒരു മീറ്റർ തന്നിട്ടില്ല, അപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ബേസിക് ഫോർമുല എന്താണ്? ഇതാണ്. സാർ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യോ? ഡിസ്റ്റൻസ് മാറുന്നേനോ? അതിലിപ്പോ എന്താ ബുദ്ധിമുട്ട്? ഞാൻ എക്സ് എടുത്തു. നിങ്ങളോട് പറയാണ് ഫസ്റ്റ് 1/4 ഓഫ് ദ ഡിസ്റ്റൻസ്. ഞാൻ ഇതിപ്പോ ജെയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. കാരണം ഇതിപ്പോ ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കണ്ടേ. ഇപ്പൊ എന്നോട് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഫസ്റ്റ് 1/4 ഓഫ് ദ ഡിസ്റ്റൻസ് എന്തോ സ്പീഡിൽ പോയി. ഓക്കെ, ബാക്കി 1/3 ഓഫ് ദ ഡിസ്റ്റൻസ്, നെക്സ്റ്റ് 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് വേറെന്തോ സ്പീഡിൽ പോയി. ഓക്കെ, കിട്ടുന്നുണ്ടോ? പിന്നെ ബാക്കി എത്ര വരും അറിയോ? ബാക്കി 1/5 ഡിസ്റ്റൻസ് വേറൊരു സ്പീഡിൽ പോയി. ഫോർമുല പറ, എന്ത് ഫോർമുല ഉപയോഗിക്കും? ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു 1/4 മറ്റേ 1/4 ഇതിന്റെ LCM എടുക്കണം. എന്നിട്ട് എക്സ് എടുക്കുമ്പോ ഫോർ എക്സാമ്പിൾ 1/4 ഓഫ് ഡിസ്റ്റൻസ് 1/5 ഓഫ് ഡിസ്റ്റൻസ് 1/3. മൂന്നിന്റെ LCM എന്താണ്? 4 into 5 20 20 into 3 60. അപ്പൊ 60x എടുക്കുക. 60x എടുത്തിട്ട് അതിന്റെ എത്ര പാർട്ടാണ്? 1/4 പാർട്ട് എന്ന് പറഞ്ഞാൽ 16 1/4 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15x ഒരു സ്പീഡിൽ പോയി. 1/5 എന്ന് പറഞ്ഞാല് എത്രയാണ്? 12x വേറെ സ്പീഡിൽ പോയി. 1/3 അടുത്ത 1/3 അല്ലേ? എത്രയാണ് 1/3? 20x വേറെ സ്പീഡിൽ പോയി. ഇങ്ങനെ ഉപയോഗിച്ച് ചെയ്താലേ കിട്ടുള്ളൂ. അതിന് ഫോർമുല ഉണ്ടോ?
ഇല്ല. അപ്പൊ അതാണ് അവിടെയാണ് പ്രശ്നം വരിക. അപ്പം അവിടുന്ന് ഇവിടൊക്കെ ഫോർമുലയും ബൈഹാർട്ട് പഠിച്ച് പോയിക്കോളാൻ പറയും. പക്ഷെ പരീക്ഷയ്ക്ക് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അവിടെ ഒന്നും ഒരു കാര്യമില്ല. അയ്യോ, നിങ്ങളുടെ എക്സാമിന് പിന്നെ ആ പകുതി നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്ന ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ഇതാണ്. ഞാൻ ഇപ്പൊ കാണിച്ചു വെച്ചാണ്. ഓക്കെ, സന്തോഷമായോ? ഇത് ജയിക്കും നീറ്റിനൊക്കെ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തിന് പ്രിപ്പയർ ചെയ്യാണ് ഞാൻ പറയാം, ഈ ഫോർമുലയും ബൈഹാർട്ട് അടിച്ച് പോകരുത്, ഒരു കാര്യം ഉണ്ടാവില്ല. അതൊക്കെ പണ്ട് 10-15 വർഷം മുമ്പൊക്കെ വർക്ക് ചെയ്യും. അന്നത്തെ കാലത്തുള്ള കോച്ചിങ് ടീച്ചേഴ്സ് ഒക്കെ അത് പലതും പറഞ്ഞത് ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഇപ്പൊ അതൊന്ന് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അങ്ങനെ ഏത് ചോദ്യം ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ സാധനം പഠിക്കാനുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ എക്സാമിന് കാണും. നമ്പർ മാറ്റിയിട്ട് എക്സാമിന് കാണും. അപ്പം ഇത് ഈ ഫോർമുല ഒന്നും പെട്ടെന്ന്, ഫോർമുല അല്ല, ഈ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ഫോർമുല എടുത്ത് കൊണ്ട് ചെയ്യാം. 2u1/u+v1/v2. പക്ഷെ ഫോർമുലേന്റെ ഡേഞ്ചർ ഞാൻ പറഞ്ഞു തന്നു, എല്ലാ സിറ്റുവേഷനിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റാം. പക്ഷെ ഇത് കോൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ നോക്കുക. കിട്ടിയിലേക്ക് ഇപ്പൊ എന്ത് ചെയ്യണം, ഫോർമുല എടുത്തും കൊണ്ട് ചെയ്യാം. റെഡി? ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. ആക്സിലറേഷൻ വളരെ സിമ്പിൾ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് കേട്ടോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എഴുതിയാലും കുഴപ്പമില്ല, വേറെ ടൈം എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ പറയൂ. നേരത്തെ ക്വസ്റ്റ്യനില് സ്പീഡിന് പകരം വെലോസിറ്റി ആണെങ്കിലും അതേപോലെയാണോ ചെയ്യാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എടുത്തിട്ട്? കുഴപ്പമില്ല. കാരണം എന്താണ്, കാർ നേരെ ഒരേ ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. ഇനി കാറ് തിരിഞ്ഞു വന്നു എന്നൊക്കെ പറയാം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ വെലോസിറ്റി നെഗറ്റീവ് ആവും. പക്ഷേ അങ്ങനെയൊന്നും ചോദിക്കാറില്ല, പരീക്ഷ ചോദിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഈ വർഷം നിങ്ങൾ ചോദിക്കാനും പോകുന്നില്ല. ഓക്കെ സർ, ഈ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയത്തില്ലേ? പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആവറേജ് വെലോസിറ്റി ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന ടൈം ഇങ്ങോട്ട് പോകുന്ന ടൈം, അപ്പം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുക്കണം. പക്ഷെ അത് ചോദിക്കില്ല, പേടിക്കണ്ട, ചോദിക്കില്ല, ഞാൻ പറയും, വിശ്വസിച്ചു പോവാ. ഓക്കെ, അപ്പം ആക്സിലറേഷൻ എന്താണെന്ന് ക്ലിയർ ആണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. ഓക്കെ, ചേഞ്ച് ഇൻ സ്പീഡ് അല്ല എന്ന് മനസ്സിലാക്കണം. ചേഞ്ച് ഇൻ സ്പീഡ് ആക്സിലറേഷൻ അല്ല, ഉറപ്പിച്ചോ. ചേഞ്ച് ഇൻ സ്പീഡ് ആക്സിലറേഷൻ അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നെയാണ് ആക്സിലറേഷൻ. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കുക. പക്ഷെ ചില കേസസിൽ വീണ്ടും സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഒബ്ജക്റ്റ് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് സ്പീഡും വെലോസിറ്റി സെയിം ആയതുകൊണ്ട് എനിക്ക് വേണേ എഴുതാം. അപ്പൊ ചേഞ്ച് ഇൻ സ്പീഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, റെഡി? സർ, വോയിസ് കട്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ കേക്കാം. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് ആക്സിലറേഷൻ. ചേഞ്ച് ഇൻ സ്പീഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ല. പക്ഷേ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഡയറക്ഷൻ മാറാണ്ട് പോകുന്ന ഒബ്ജക്റ്റിന് സ്പീഡും വെലോസിറ്റിയും സെയിം ആയതുകൊണ്ട് എനിക്ക് പറയാം ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ സ്പീഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കേ സർ. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇത്ര പഠിക്കാനുള്ളൂ. മോഷൻ പറഞ്ഞോളൂ. യൂണിഫോം മോഷനിലാണ് സ്പീഡ് മാത്രം തരുന്നാണെങ്കിൽ ചേഞ്ച് ഇൻ സ്പീഡ് ബൈ ചേഞ്ച് ടൈം ചെയ്താൽ പോരെ? മതി, സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒബ്ജക്റ്റിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ അത്രേ പഠിക്കാനുള്ള ആക്സിലറേഷൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്തൊക്കെ ചോദിക്കാം, 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പോകുന്ന സാധനം 5 മീറ്റർ പെർ സെക്കൻഡിലേക്കായി. ഇൻ ടൈം t is equal to 2 seconds. കാൽക്കുലേറ്റ് ആക്സിലറേഷൻ. എന്താണ് ചേഞ്ച് ഇൻ സ്പീഡ് 5 - 3 ബൈ ടൈം 2. 5 - 3 by 2, 2 by 2 is equal to 1 meter per second square. ഓക്കെ അല്ലേ? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ചെയ്യാൻ പറ്റൂലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നോ സർ. അതെല്ലാവരും ബൈഹാർട്ട് ആക്കുക. ഓക്കെ, ഒരാൾ പോലും ബൈഹാർട്ട് ഇല്ലാണ്ട് വരരുത് ഇവിടെ. ഓക്കെ, എന്നുവെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബൈഹാർട്ട് ആക്കി തന്നെ പോവാം. അത് ബൈഹാർട്ട് ആക്കിയാൽ അത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചെയ്യാൻ റെഡിയാണോ? 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അതും കൂടി തലവേദന എടുക്കണ്ടോ? ആർക്കോ തലവേദന എടുക്കും, നേഹയ്ക്ക് തലവേദന എടുക്കുന്നുണ്ടോ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ? റെഡി അല്ലേ? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ റെഡിയാണോ? ഡെറിവേഷൻ ചോദിക്കില്ല? ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യണം?
ഡെറിവേഷൻ പഠിക്കുക എങ്ങനെയാ? നിങ്ങളൊക്കെ ആപ്പിൾ സ്റ്റുഡൻസ് അല്ലേ? ഒന്നെങ്കിൽ ആപ്പിൾ ക്ലാസ് കാണാം, അല്ലെ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡെറൈവ് ചെയ്തിട്ടുള്ള ഒരു കുറെ സമയം എടുത്തിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് പോയി കാണാം, പഠിക്കാം. മനസ്സിലായി. ഓക്കെ, ശരി. അപ്പൊ അത് പോയി കാണാത്തവർ എന്ത് ചെയ്യുക, യൂട്യൂബില് കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡെറിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ട്. അതില് കംപ്ലീറ്റ് 3 ഇക്വേഷൻ ഓഫ് മോഷൻ ഗ്രാഫിന്ന് ഡിറൈവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പരീക്ഷ ചോദിക്കുന്നു വിചാരിച്ച് മുന്നോട്ട് പോവാ. അത് പോയി പഠിക്കുക ഇന്ന് തന്നെ. അത് ഇതുവരായിട്ട് പഠിക്കാത്തവര് ഇന്ന് തന്നെ പോയി പഠിക്കുക. എന്താ കേട്ടില്ല? പറയുന്ന കേൾക്കുന്നില്ല കേട്ടോ എനിക്ക്. ഗ്രാഫ് തന്നിട്ടാണോ ചോദിക്കുക എക്സാമിന്? ഗ്രാഫ് തരൂല, ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഗ്രാഫ് എന്നുള്ള ഡെറിവേഷനെ ചോദിക്കുള്ളൂ, അല്ലാണ്ട് കാൽക്കുലസും ഇന്റഗ്രേഷനും ഉള്ള ഡെറിവേഷൻ ഒരിക്കലും പരീക്ഷ ചോദിക്കില്ല. ഗ്രാഫിന്നേ ചോദിക്കുള്ളൂ. ചോദിക്കുകയാണെങ്കിൽ ഒരു 80% ചാൻസ് ഉണ്ട് നിങ്ങളുടെ എക്സാമിന് ഡെറിവേഷൻ ചോദിക്കാൻ. അപ്പൊ പ്രിപ്പയർഡ് ആയി പോവാ. വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ആപ്പിലും വീഡിയോ ഉണ്ട്. ആപ്പിലെ വീഡിയോനെക്കാളും എനിക്ക് കൂടുതൽ എന്റെ വീഡിയോ ഇഷ്ടം യൂട്യൂബിൽ ഇട്ട വീഡിയോ ആണ്. അപ്പൊ അത് പോയി കാണാം. നിരഞ്ജന പറയുന്നത് എനിക്ക് ക്ലിയർ അല്ല, ഒന്നുകൂടി പറയാമോ? എത്ര മാർക്കിനാണ് ചോദിക്കാന്നാണോ ചോദ്യം? നിരഞ്ജന ചോദിച്ചത് എനിക്ക് ക്ലിയർ അല്ല കേട്ടോ. ചാറ്റ് എന്തിനാ അയക്കാൻ പറ്റാണ് അയക്കൂ, അല്ല വേറെ ആർക്കെങ്കിലും മനസ്സിലായോ നിരഞ്ജന എന്താ ചോദിച്ചതെന്ന്? എത്ര മാർക്കിനാണെന്നാണ് ചോദിച്ചത്. 4 to 4 മാർക്സിനൊക്കെ ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ടാണോ ചോദിക്കുക? ഡിറൈവ് കൈനമാറ്റിക് ഇക്വേഷൻ അങ്ങനെയാണോ സാർ? അങ്ങനെ തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ വേറൊരു ചോദ്യത്തിന്റെ ഒരു പാർട്ടായിട്ട് ചോദിക്കും. മനസ്സിലല്ലേ? ഒരു ക്വസ്റ്റ്യൻ തരും, ഇതുപോലത്തെ ചെറിയൊരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിന്റെ രണ്ടാമത്തെ ബി പാർട്ട് ഡിറൈവ് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. എന്തായാലും പഠിക്കുമ്പോൾ 3 എണ്ണം ഒരുമിച്ച് പഠിക്കാനല്ലേ, കാശാല് അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഡിറൈവ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യാം? 3 എണ്ണം ഫസ്റ്റ് ഇക്വേഷൻ എന്തായാലും ഡിറൈവ് ചെയ്താൽ സെക്കൻഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാം കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ v = u + at ഡിറൈവ് ചെയ്ത ശേഷമേ നിങ്ങൾക്ക് സെക്കൻഡും തേർഡും ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെക്കൻഡും തേർഡും ചെയ്യണമെങ്കിൽ തന്നെ ഇത് ഡിറൈവ് ചെയ്ത് വെക്കണം എക്സാം പേപ്പറിൽ, അല്ലാണ്ട് ചാടിക്കറി ഇത് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ മാർക്ക് വേണ്ട. ഫസ്റ്റ് മാത്രം ഡിറൈവ്. ഫസ്റ്റ് സെക്കൻഡ് ചെയ്യാനും തേർഡ് ചെയ്യാനും ഫസ്റ്റ് മതി. പക്ഷെ ഫസ്റ്റ് ചെയ്തിട്ട് വേണം എക്സാമിന് തേർഡോ സെക്കൻഡോ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാല്. തേർഡോ സെക്കൻഡോ പറഞ്ഞാൽ എന്താണ്? ഇതിൽ ആരെങ്കിലും ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ, ഇവനെയോ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ ഇയാളെ ഡിറൈവ് ചെയ്തതിന് ശേഷമേ ഇവരെ ആരെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യണം. ആദ്യത്തെ എന്തായാലും ഡിറൈവ് ചെയ്യേണ്ടി വരും. വേഗം തീരുന്നവരുടെ ആ വീഡിയോ പോയി കണ്ടുനോക്ക്, സിമ്പിൾ ആണ്. ഓക്കെ, കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, ശരി. എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ കാണാത്തവർ അത് പോയി കാണാം, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് താഴേക്ക് പോയി കാണാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ല, പ്ലേലിസ്റ്റ് പോയി നോക്കാം. പ്ലേലിസ്റ്റില് ഫോക്കസ് ഏരിയ ഫിസിക്സ് എന്ന് വന്നതുകൊണ്ട് അതിന്റെ ഉള്ളിലുണ്ട് മോഷൻ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ മോഷൻ ഡിറൈവ് ചെയ്തിട്ട് അരമണിക്കൂർ വീഡിയോ ഉണ്ട്. ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫുൾ കാര്യങ്ങൾ. അത് പോയി കാണാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സോ എന്തോ എനിക്ക് അറിയണ്ട, അതൊന്ന് പോയി കാണാം. മനസ്സിൽ പരീക്ഷ ചോദിക്കാനുള്ള ചാൻസ്. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡ്രൈവർ ഓഫ് എ കാർ സ്റ്റോപ്സ് ഹിസ് കാർ ബൈ അപ്ലൈയിങ് ബ്രേക്സ് ടു പ്രൊഡ്യൂസ് യൂണിഫോം റിട്ടാർഡേഷൻ ഓഫ് 8 m/s². ആണത് 8 m/s². 20 m/s. ആൾക്കാർ പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്തായാലും 72 km/h എങ്ങനെ m/s ചെയ്യാം? 90 × 5/18. ഓക്കെ. എന്ത് സാധനത്തിനെ km/h m/s ആക്കാൻ എന്ത് ചെയ്യണം? × 5/18 ചെയ്യണം. m/s km/h ആക്കണമെങ്കിലോ തിരിച്ച് 18/5 ചെയ്യണം. അത് ബൈ ഹാർട്ട് ആക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 100 km/h ഞാൻ m/s ആക്കിയാല് ഇവിടെ വരാൻ പോകുന്ന സാധനം, ഇവിടെ വരാൻ പോകുന്ന വാല്യൂ അല്ലെ, അത് 100 താഴാണോ 100 മുകളിലാണോ വരിക? m/s ആവുമ്പോ താഴെ വരിക. അപ്പം നിങ്ങൾ 5/18 ചെയ്ത് നോക്കിക്കോ, 80/5 ചെയ്ത് നോക്കിക്കോ. എന്താണെങ്കിലും അവസാനം km/h m/s ആവുമ്പോ കുറവ് വരണം.
ഓക്കെ, ആ തലേ കയറ്റുക. നിങ്ങൾ വണ്ടി 100 km/h ഓടിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കിലോമീറ്റർ പെർ അറിയുള്ളൂ. നമുക്ക് മീറ്റർ പെർ സെക്കൻഡ്, നമുക്ക് ഇന്ത്യക്കാർക്ക് മീറ്റർ പെർ സെക്കൻഡ് ഒന്നും അറിയില്ല. കിലോമീറ്റർ പെർ അല്ലേ? നമ്മള് കാർ ഓടിക്കുക ഹൈവേ കൂടെ 80 km/h. 80 km/h നാളെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചോദിക്കുകയാണ്, മോനെ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? അത് എന്തായാലും 80-നേക്കാളും കുറവായിരിക്കും. റെഡി? അതൊന്ന് ഓർത്തുക. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ km/h മീറ്റർ പെർ സെക്കൻഡിൽ ആക്കണമെങ്കിൽ × 5/18 ചെയ്യാം. അപ്പൊ കിട്ടും 72 km/h is equal to 72 × 5/18 meter per second. Equal to 20. 1872 എത്രയാ പോവാ? 4 പ്രാവശ്യം അല്ലേ? 4 പ്രാവശ്യം. 4 × 20, 4 × 5, 20. റെഡി? Yes, sir. നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ തന്നെ തരാ. 1872 പോലും എങ്ങനെ പോവാ? അത് അങ്ങനെ തന്നെ തരാ. അല്ലാണ്ട് നിങ്ങൾ ഡിവൈഡ് ഒന്നും ചെയ്ത് വെക്കാനുള്ള കഷ്ടപ്പാടൊന്നും നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടിപ്പിക്കൂല നിങ്ങളെ കൊണ്ട്. അപ്പൊ ആൻസർ എത്രയാണ്? 20 meter per second. ഫസ്റ്റ് ആൻസർ കിട്ടി. രണ്ടാമത്തെ ആൻസർ കാൽക്കുലേറ്റ് സ്റ്റോപ്പിംഗ്. എക്സാമിന് കാൽക്കുലേറ്റ്. ഓ, നിങ്ങളുടെ കാൽക്കുലേറ്ററിന്റെ കാര്യം ഞാൻ മറന്നു. ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് ദി കാർ. എന്താണ് അതിനർത്ഥം? ഒന്നുമില്ല. ഈ കാറ് പറയുന്ന ഈ ഡ്രൈവർ എന്താണ് ഈ കാറിന് ചെയ്യുന്നത്? He stops the car by brake apply ചെയ്തിട്ട് അല്ലേ? To produce uniform retardation. Acceleration നേരെ ഓപ്പോസിറ്റ് ആണ് റിട്ടാർഡേഷൻ. ഓക്കെ, 8 m/s² ആണ് റിട്ടാർഡേഷൻ. 8 m/s. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 8 m/s² മൈനസ് എന്ന് എഴുതാം. കാരണം എന്താണ്? സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെ വെലോസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സിലറേഷൻ ആണ്. അപ്പൊ നെഗറ്റീവ് ആക്സിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ അഥവാ ഡീസലറേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഈ കാറിന് ഇനീഷ്യൽ സ്പീഡ് വന്നിട്ടുണ്ട് 72 km/h. ഖദീജ പറഞ്ഞ ക്ലിയർ ആവുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഒരു ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. ഖദീജ പറയുമ്പോ ഖദീജ പറയുന്നത് ഇവിടെ ക്ലിയർ അല്ല. ഖദീജ പറയുന്നെങ്കിൽ ക്ലിയർ അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. ആരോ ഇതിന്റെ മുകളിൽ വരച്ചു കുത്തി കളിക്കുന്നുണ്ട്. ആരോ ചെയ്യല്ലേ പ്ലീസ്. ഓക്കെ, അപ്പം എന്താണ് പറയേണ്ടത്? ഒരു ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. എത്ര സ്പീഡാണ് പോകുന്നത്? 72 km/h. അതിന് നമ്മൾ മാറ്റി 20 m/s ആക്കി. അപ്പൊ ചേട്ടൻ 20 m/s വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. ഓക്കെ, അയാൾക്ക് തോന്നി വണ്ടി നിർത്തണമെന്ന്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചവിട്ടും. ഓക്കെ, ബ്രേക്ക് ചവിട്ടുമ്പോ ആ വണ്ടീന്റെ സ്പീഡ് 20 കുറഞ്ഞു 0 ആവും. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഡീസിലറേഷൻ സംഭവിച്ചു. ആ ഡീസിലറേഷന്റെ വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8 m/s ആണ്. ഓക്കെ, അതിന് റിട്ടാർഡേഷൻ ആണ് അവർ വിളിച്ചത്. ഡീസിലറേഷൻ എന്ന് വിളിക്കാം, റിട്ടാർഡേഷൻ എന്ന് വിളിക്കാം. അപ്പൊ അത്രയും നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് 0-ലെത്തിയത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ചോദിച്ചു. അതായത് ബ്രേക്ക് ചവിട്ടുന്ന സമയം മുതൽ കാറ് നിൽക്കുന്ന സമയം വരെ. അല്ലെ, ഒരു സമയം എടുത്തിട്ടുണ്ടോ? ബ്രേക്ക് ചവിട്ടി അപ്പം നിൽക്കുവോ? ഇല്ല. ബ്രേക്ക് ചവിട്ടി കാറ് സ്പീഡ് കുറഞ്ഞു 0 ആവുന്ന വരെ എത്ര ഡിസ്റ്റൻസ് കാറ് ട്രാവൽ ചെയ്യും? അല്ലെ, കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുന്നു അല്ലെ? കുറച്ചേ ഉണ്ടാവും. അതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല. ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കണം. അതിൽ ഏത് ഉപയോഗിക്കണം എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. 3 എണ്ണം എഴുതി വെക്കുക. v is equal to u plus at, s is equal to ut plus half at², v² minus u² is equal to v² is equal to u² plus 2as. ഇനി ഏത് ഉപയോഗിക്കും? എന്തൊക്കെയാ വേണ്ടത്? എന്താ വേണ്ടത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതായത് എസ് ആണ് വേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? എന്തൊക്കെയാ തന്നിട്ടില്ലേ? ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ? ഇനീഷ്യൽ സ്പീഡ് 20 m/s ആക്കി നമ്മൾ. അപ്പൊ ഇനീഷ്യൽ യു തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലെ? ഫൈനൽ വെലോസിറ്റി എന്താണ്? തന്നിട്ടില്ല. നമ്മൾ ആലോചിക്കണം. കാറ് നിർത്തി, കാറ് നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ? സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന കാറ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താണ് ഫൈനൽ വെലോസിറ്റി? എന്താണ്? v0 ആണ്. അതും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? എസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കുക, ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം അവിടെ പ്രശ്നം എന്താണ്? ടൈമില്ല. അപ്പൊ ഇത് പോട്ടെ, ക്യാൻസൽ. രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും? അവിടെ വീണ്ടും ടൈം കയറി വന്നിരുന്നു. അപ്പൊ അതും വേണ്ട. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ ഉപയോഗിക്കാം? ഇതിലെല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എസ് കണ്ടുപിടിക്കാൻ എളുപ്പമായി. അപ്പൊ v² is equal to u² plus 2as. v² എന്താണ്? v എന്താണ്? 0. ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ 0 is equal to u² എന്താണ്? u²
70, 20. 20. 20 square. 20 square. Plus 20 2 square. into minus 8. Plus 2 into acceleration എന്താണ്? Minus 8. Minus 8 into displacement. ഓക്കെ, അങ്ങനെയാണ് എന്ത് കിട്ടും? ഈ 2 into -8 എന്താവും? -16 ആവും. ഇൻറ്റു എസിനെ ഞാൻ ഇവിടെ നിർത്തി, ഇതിനെ മൊത്തത്തിൽ ഞാൻ ഇവിടെ നിർത്തി, മറ്റേ 20 സ്ക്വയറിന് അപ്പുറത്തേക്ക് ഉണ്ട്. അപ്പൊ അത് -20 സ്ക്വയർ. ഓക്കെ, -16s is equal to 400 -400. മൈനസും മൈനസും കട്ട്. s is equal to 400/16. എത്ര കിട്ടും? 400/16 എന്ന് പറഞ്ഞാല് 25 കിട്ടുമോ? സോറി 5 എങ്ങനെ കിട്ടുക? 400/8 എന്ന് പറഞ്ഞാൽ 5 into 2 10 ഓ? അല്ല സോറി 25 അല്ലേ കിട്ടുക? 25 തന്നെ കിട്ടുക. കാരണം എന്താണ്? ഞാൻ ചെയ്തിരുന്ന കുഴപ്പമുണ്ടോ? 8 into 2 50. 25 തന്നെ കിട്ടുക. അല്ല സർ 25 തന്നെ കിട്ടുന്നേ. അതെങ്ങനെയാ കിട്ടിയേ? അത് കാൽക്കുലേറ്റർ പോലും ആവശ്യമില്ല. 16 എന്ന് പറഞ്ഞാൽ 8 into 2. 40/8 5. 50/2 is equal to 25. ഓക്കെ, ഇത്രയും ചെയ്തതിൽ ആർക്കെങ്കിലും നിന്ന് സംശയം ഉണ്ട്? ഇപ്പൊ പറയാം. സർ ഫൈനൽ വെലോസിറ്റി 0 എങ്ങനെ കിട്ടിയാ? ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് കാറ് നിർത്തണം. അതുകൊണ്ടാണ് അയാൾ ബ്രേക്ക് ചവിട്ടിയത്. ബ്രേക്ക് ചവിട്ടി കാറ് നിൽക്കുന്നവരെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതുവരെ ഓക്കെ ആണോ? ബ്രേക്ക് ചവിട്ടി കാറ് നിൽക്കുന്നവരെ കാർ എത്ര സഞ്ചരിച്ചു? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 20 അല്ല, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കണം. 0 ആയിരിക്കണം. കാറ് നിർത്തുന്ന അതുവരെ നമ്മൾ നോക്കുന്നുണ്ട്, കാരണം നോക്കുകയാണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി 0 ആണ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ചോദ്യത്തിൽ തരൂല, മനസ്സിലാക്കി എടുക്കണം. റെഡി? ഓക്കെ സർ. ഓക്കെ, അപ്പം ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, റെഡി? മനസ്സിലാക്കി പോവാം. പിന്നെ ഇവിടെ -8 എടുത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അത് തെറ്റിക്കരുത്. ആക്സിലറേഷൻ 8 അല്ല, -8 ഞാൻ എടുത്തു. അതാണ് അതിലെ കീ. റിട്ടാർഡേഷൻസ് കണ്ടാൽ മാത്രമല്ല നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ടതുള്ളൂ. ഞാൻ കുറച്ചുകൂടി നല്ലൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഞാന് വീണ്ടും എന്ത് ചെയ്യുന്നു? റൈറ്റിലേക്ക് എല്ലാം പോസിറ്റീവ് എടുക്കും, ലെഫ്റ്റിലേക്ക് എല്ലാം നെഗറ്റീവ് എടുത്തു. ഇത് എടുത്താൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, കാരണം എന്താ അറിയോ? റൈറ്റിലേക്ക് ഞാൻ പോസിറ്റീവ് എടുക്കാൻ പോവാണ്, ലെഫ്റ്റിലേക്ക് എല്ലാം നെഗറ്റീവ് എടുക്കാൻ പോണേ. ശ്രദ്ധിച്ചോ? ഓക്കെ, റെഡി? ഈ കാറ് ഇങ്ങോട്ടാ പോകുന്നത്. അപ്പൊ യു എന്താണ്? റൈറ്റിലേക്കാണ്. അപ്പൊ യു എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ യു പോസിറ്റീവ് ആണ് കിട്ടിയേ. പോസിറ്റീവ് ആണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, 20, 40, 50, യു പോസിറ്റീവ് ആണ്. ഈ കാറിന് ബ്രേക്ക് ചവിട്ടി. അപ്പൊ കാർ എന്താണ്? കുറച്ച് കഴിയുമ്പോൾ പോയി നിൽക്കും. അപ്പൊ അപ്പോഴും കാർ ഡിസ്പ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി വേറെ എന്താ ഉള്ളത്? ഫൈനൽ വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഇല്ല, കാരണം 0 ആണ്. വേറെ എന്താണ് ഇതിന്റെ മുകളിലെ ഡയറക്ഷൻ? എന്താണുള്ളത്? ടീന് ഡയറക്ഷൻ ഇല്ല, ആക്സിലറേഷൻ ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? അങ്ങോട്ടേക്കാണോ ആക്സിലറേഷൻ കൊടുക്കുന്നത്? ലെഫ്റ്റിലേക്കാണ് ആക്സിലറേഷൻ. ഇങ്ങോട്ടേക്കാണ് ആക്സിലറേഷൻ, ബാക്കോട്ടേക്കാണ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവായി. അപ്പം റിട്ടാർഡേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മൈനസ് എടുക്കാമെങ്കിലും ഇൻ 99 കേസസിലും നിങ്ങൾക്ക് റിട്ടാർഡേഷൻ കണ്ട നെഗറ്റീവ് എടുക്കാം. പക്ഷേ അതിനേക്കാളും നല്ലൊരു മെത്തേഡ്, നിങ്ങൾ റൈറ്റിലേക്ക് എന്ത് സംഭവിച്ചാലും പോസിറ്റീവ് എടുക്കുക, ലെഫ്റ്റിലേക്ക് എന്ത് സംഭവിച്ചാലും നെഗറ്റീവ് എടുക്കുക. അപ്പൊ പിന്നെ പറഞ്ഞ എളുപ്പമായി. ഓക്കെ, തെറ്റൂല, ഒരിക്കലും തെറ്റൂല. അതാണ് കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് അത്രയേ ഉള്ളൂ, ഒരിക്കലും തെറ്റൂല. ചില സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇത് സാധാരണ സംഭവിക്കില്ല. ആക്സിലറേഷൻ ലെഫ്റ്റിലേക്കാണ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ലെഫ്റ്റിലേക്ക് ആയിപ്പോയാലോ? ഏതെങ്കിലും ഒന്നല്ല, ആക്സിലറേഷൻ നെഗറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ്. കാരണം എന്ത് ലെഫ്റ്റിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആണ് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ലെഫ്റ്റിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ചിലവർക്കൊരു മിസ്കോൺസെപ്ഷൻ ഉണ്ട്. ആ മിസ്കോൺസെപ്ഷൻ ഞാൻ തീർത്തു തരാം. കുറെ പേര് എന്നോട് ചോദിക്കുന്ന, സർ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം അതിന്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ തന്നെ ആക്സിലറേഷൻ വന്നു. അപ്പൊ അത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. ഓക്കെ. എന്നാൽ പക്ഷെ നേരെ തിരിച്ച് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്സിലറേഷൻ വന്നാൽ അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. കേൾക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലെ? ശരിയല്ലേ? ഒരു ഡയറക്ഷൻ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ അതേ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആക്സിലറേഷനും, ഒരു ഒബ്ജക്റ്റ് വരുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ വന്നു കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അങ്ങനെ വിചാരിച്ച് ഒരിക്കലും ഇരിക്കരുത്. വീണ്ടും 90% കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ വർക്ക് ചെയ്യും, പക്ഷെ ഒരു 10% കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഫ്രീ ഫോളില് അത് വർക്ക് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു സൈഡ് പോസിറ്റീവ് ആയിട്ട് തീരുമാനിക്കുക, ഒരു സൈഡ് നെഗറ്റീവ് ആയിട്ട് തീരുമാനിക്കുക. ലെഫ്റ്റ് നെഗറ്റീവിലേക്ക് ആ ഡയറക്ഷനിലെ ആളൊക്കെ നെഗറ്റീവ് ആണ്. ഓക്കെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. പോസിറ്റീവ് ആക്സിലറേഷൻ അല്ല, രണ്ടും നെഗറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ്, ആക്സിലറേഷൻ ആയിട്ട് അങ്ങനെ തന്നെ എടുക്കണം, അല്ലെ തെറ്റും, ഫുൾ തെറ്റും, ഒരു സംശയമില്ല. ഇഷ്ടംപോലെ കുട്ടികള് ആ മിസ്കോൺസെപ്ഷൻ ഇങ്ങനെ ഇരുന്ന് പരീക്ഷ ചോദ്യം വരുമ്പോൾ തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്ലേസ്മെന്റ് നെഗറ്റീവ് വരിക. മനസ്സിലായില്ല? ഫ്രീ ഫാളിന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണോ വരിക? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഇനി കറക്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കാം. റൈറ്റിലേക്ക് പോസിറ്റീവ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുക്കുക. എന്നിട്ട് അതിനുശേഷം റൈറ്റിലേക്കുള്ള എല്ലാ സാധനവും പോസിറ്റീവ് എടുക്കുക, ലെഫ്റ്റിലേക്കുള്ള എല്ലാ സാധനവും എടുക്കുക. അതിലൊരു കോംപ്രമൈസും ഇല്ല. അല്ലാണ്ട് കുറെ ആലോചിക്കണ്ട, ഈ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലാണല്ലോ, അങ്ങനെ അത് പോസിറ്റീവ് ആവൂലേ കാരണം അതിന്റെ സ്പീഡ് കൂട്ടുകയല്ലേ. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങനത്തെ ഫിസിക്സിൽ അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഫിസിക്സിൽ റൂൾസ് ഉണ്ട്, അത് ഉപയോഗിച്ച് ഇതിൽ തെറ്റും. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരേ ഡയറക്ഷനിൽ ക്വസ്റ്റ്യനോ? ഓ പറഞ്ഞുതരാം. ഫ്രീ ഫോളിലാകുമ്പോൾ വന്നോളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും തലേക്ക് കയറ്റുക. ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യം തലേ കയറ്റുക. റൈറ്റിലേക്കുള്ള എല്ലാം പോസിറ്റീവ് എടുക്കുക, ലെഫ്റ്റിലേക്കുള്ള എല്ലാം നെഗറ്റീവ് എടുക്കുക. ആക്സിലറേഷൻ മാത്രം ഈ കേസിൽ ലെഫ്റ്റിലേക്ക് ആയുള്ളതുകൊണ്ട് അത് മാത്രം നെഗറ്റീവ്, ബാക്കിയൊക്കെ പോസിറ്റീവ്. ഇനി ഫ്രീ ഫോളിന്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 5 6 പ്രാവശ്യം, 6ാമത്തെ പ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. ഇനിയും തല കയറ്റിക്കോ. ഫ്രീ ഫോളിന്റെ കേസിൽ എന്ത് മുകളിലേക്ക് ഉണ്ടായത് പോസിറ്റീവ്, എന്ത് താഴേക്കാണോ ഒക്കെ നെഗറ്റീവ്. ഈ റൂള് നിങ്ങൾ തെറ്റിച്ചാൽ അത് നേരെ തിരിച്ചു എടുക്കായിരുന്നു, പക്ഷെ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. താഴേക്ക് പോസിറ്റീവ്, മുകളിലേക്ക് നെഗറ്റീവ് എടുക്കരുത്. എന്തെടുത്താലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെ കുറച്ച് കാരണങ്ങളുണ്ട്. മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. എന്ത് മുകളിലേക്കാണ് അത് പോസിറ്റീവ്, എന്ത് താഴേക്കാണോ അത് നെഗറ്റീവ്. അത്ര ആലോചിച്ച് പോവാ. ഇതിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഫുൾ തെറ്റും. ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പറയുന്ന വർക്ക് ചെയ്യും, ചില ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യില്ല. അപ്പൊ തലേ കറക്റ്റ് ആയിട്ട് കയറ്റി. അതായത് ഗ്രാവിറ്റേഷന്റെ ബേസിസിലല്ല പറയാ. അതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഗ്രാവിറ്റേഷൻ ബേസിൽ പറയുമ്പോൾ 90% കേസിൽ വർക്ക് ചെയ്യും, ചില കേസിൽ വർക്ക് ചെയ്യില്ല. ഇന്നലെ ഒരു കുട്ടിക്ക് ഞാൻ കമന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയതായിട്ട് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഓക്കെ. ഗ്രാവിറ്റേഷൻ ബോഡീനെ താഴേക്ക് വീണ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ്, മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ സ്പീഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ 90% കേസിൽ വർക്ക് ചെയ്യും, 10% കേസിൽ വർക്ക് ചെയ്യില്ല. 10%ന്റെ ഏതൊക്കെ കേസ് പറഞ്ഞു? എക്സാമ്പിൾ പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും വന്ന് അതെന്താ ഞാൻ പറയാൻ തുടങ്ങി കൺഫ്യൂഷൻ ആവും. പിന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടെ നമ്മൾ അത് അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് ഡിസ്കസ് ചെയ്ത് കാണിച്ചുതരാം. എന്താ കേട്ടില്ല? ഫ്രീ ഫോളില് ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഫ്രീ ഫോളിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പം നേരത്തെ എമിൽട്ടൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രാവിറ്റേഷന്റെ ബേസിസിൽ അല്ല, സൈൻ കൺവെൻഷന്റെ ബേസിസിലാണ്. ഓക്കെ. അത് ക്ലിയർ ആക്കുക, ക്ലിയർ ആക്കുക. അതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ അവസാനം വേണേൽ പറഞ്ഞുതരാം. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റാൻ ഞാൻ പറഞ്ഞുതരാം, മറ്റേ പോലെ ചിന്തിച്ചാൽ. ഓക്കെ. ശരി. അത് കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, നിങ്ങൾക്ക് വരരുത്. ഈ സൈൻ കൺവെൻഷൻ ആയിരിക്കും. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സൈൻ കൺവെൻഷൻ ആണ്. അതിനുശേഷമുള്ളൂ ഗ്രാവിറ്റേഷൻ കാര്യം ആയിരിക്കുന്നത്. ആദ്യം സൈൻ കൺവെൻഷൻ കറക്റ്റ് ആക്കുക. ഓക്കെ. ഗ്രാവിറ്റേഷൻ എവിടേക്കാണോ, താഴേക്കാണോ, പോസിറ്റീവ് ആണോ, നമുക്ക് വിഷയമുള്ള കാര്യം. സൈൻ കൺവെൻഷൻ കറക്റ്റ് ആക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ മുകളിലേക്ക് കൊടുത്താൽ അത് പോസിറ്റീവ് ആണ്. ഓക്കെ. അതേ ഇനീഷ്യൽ വെലോസിറ്റി താഴേക്കായിരുന്നെങ്കിൽ അത് നെഗറ്റീവ് ആവും. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്. ഓക്കെ. ഒരു ബോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആവോ? ആവോ? ഇല്ല, അത് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞു താഴേക്കുള്ള എല്ലാം നെഗറ്റീവ് ആണ്.
ഇങ്ങനെ ചിന്തിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ചില സ്കൂളിൽ വരെ ടീച്ചേഴ്സ് തെറ്റാണ് പറഞ്ഞില്ല. അപ്പൊ അത് ശ്രദ്ധിച്ചോളാം. ടീച്ചേഴ്സിനെ കുറ്റം പറയല്ല, പക്ഷെ അവര് ചില സമയത്ത് ടീച്ചേഴ്സ് വരെ തെറ്റ് പറഞ്ഞു തരും. ശ്രദ്ധിക്കാം, അല്ല എക്സാമിന് തെറ്റും. ഓക്കെ, അപ്പം ഇനി ഫോർ എക്സാമ്പിൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് ആയിക്കൂലേ? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? എപ്പോഴും താഴേക്കാണ്. ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആയിരിക്കും. അത് താഴേക്ക് വരുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അല്ലാണ്ട് താഴേക്ക് വരുമ്പോൾ പെട്ടെന്ന് പോസിറ്റീവ് ആവില്ല. ഇല്ല, കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മുടെ ജി എപ്പോഴും താഴേക്കാണ്. എർത്ത് എപ്പോഴും പിടിച്ച് താഴേക്ക് കളിക്കും, എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഈ സാധനം തലേ കയറ്റിയാൽ ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാം. പെട്ടെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. ഹൈറ്റ് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നില്ലേ? അപ്പൊ അതോ? അതാണ് ഡിസ്പ്ലേസ്മെന്റ്. സി, ഇക്വേഷൻ ഓഫ് മോഷനിൽ എല്ലാം വെക്ടേഴ്സ് ആണ്. ഒരു കാര്യം ടൈം ഒഴിച്ചിട്ട് അതിൽ ഹൈറ്റും ലെങ്ത്തും ഒന്നുമില്ല, അതിൽ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളൂ. അപ്പൊ ഒരു ഒബ്ജക്റ്റ് താഴേക്കാണ് നിങ്ങൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് h ആണ്. ഓക്കെ, താഴേക്കാണ് നിങ്ങൾ ബിൽഡിങ്ങിന്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നടന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? h is equal to 20 മീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 20 മീറ്റർ ആണോ? നെഗറ്റീവ് 20 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഒരു നമ്പർ ആണ്. പക്ഷെ ഈ ഇക്വേഷൻ ഓഫ് മോഷനിലെ എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്റ്റൻസ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതിന് ഡയറക്ഷൻ ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ താഴേക്കാണ് നെഗറ്റീവ്, മുകളിലേക്കാണ് പോസിറ്റീവ്. അപ്പൊ സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ ഡൗട്ട് എത്ര വേണം ചോദിച്ചോളൂ. അല്ല, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഞാൻ ബോൾ എറിയാം, ഗ്രൗണ്ടിലേക്ക് വീണ്, അപ്പൊ മുകളിൽ പോയി ഗ്രൗണ്ടിലേക്ക് വീണ്, അപ്പൊ എങ്ങനെയാ? ഓക്കെ, നല്ലൊരു ചോദ്യം, വളരെ നല്ല ചോദ്യം. ആ ചോദ്യം ഒന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ, ശ്രദ്ധിച്ചോളൂ. ആ ചോദ്യം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം 2019 നല്ല ഡൗട്ടാണ്. അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴാണ് ഓരോ ആൾക്കാരുടെ മിസ്കോൺസെപ്ഷൻസ് തെറ്റുക. നോക്കിയോ, റെഡിയാക്കാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അപ്പൊ മുകളിലേക്കുള്ള എല്ലാം പോസിറ്റീവ്, താഴേക്കുള്ള എല്ലാം നെഗറ്റീവ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എപ്പോഴും താഴേക്ക് ആയതുകൊണ്ട് അത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഒരിക്കലും അത് പോസിറ്റീവ് ആവില്ല. തല കയറ്റിക്കോളും. ഇതുവരെ തല കയറിയില്ലെങ്കിൽ തല കയറ്റിക്കോളും. സ്റ്റാർട്ട് ചെയ്യാം. A ball is dropped from a height of 500 meter. What time will it touch the ground? ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ബെസ്റ്റ് പെട്ടെന്ന് ചെയ്തുതരാം. ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ആ ഹൈറ്റ് എത്രയാണ്? 100 മീറ്റർ ആണ്, 500 മീറ്റർ ആണ്. എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി? എത്രയായിരിക്കും? ഡ്രോപ്പ് ചെയ്തു എന്നാ പറയുന്നത്. ഡ്രോപ്പ് ചെയ്തു, ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നില്ല, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നുള്ളൂ. ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയില്ല, അറിയണമെന്നും അറിയേണ്ട ആവശ്യമില്ല. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈം നമുക്ക് അറിയണം. ഓക്കെ, എന്തൊക്കെ അറിയാം? ഡിസ്പ്ലേസ്മെന്റ് അറിയാം. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 500 മീറ്റർ അല്ലേ? അതെല്ലാരും ശരിയാക്കാം. താഴേക്കുള്ള എല്ലാ നെഗറ്റീവ് ആണ് ഞാൻ പറഞ്ഞു, മുകളിലേക്ക് പോസിറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്. അത് 500 എടുത്താ തെറ്റി. ഓക്കെ, 500 എടുത്താൽ തെറ്റി. അപ്പൊ -500 ആണ് ഡിസ്പ്ലേസ്മെന്റ്. റെഡി? അങ്ങനെയാണെങ്കിൽ ടൈം ആണ്. വേറെ എന്തൊക്കെ? ഇനീഷ്യൽ വെലോസിറ്റി u = 0 എന്നുണ്ട്. ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയില്ല. ആക്സിലറേഷൻ ഇതാണ് -10. ഓക്കെ, എക്സാമിന് ബ്രാക്കറ്റ് ഇട്ടിട്ട് പറയും ടേക്ക് g = 10 എന്ന് പറയും. അപ്പൊ നിങ്ങൾ 10 എടുക്കുക, അല്ലെങ്കിൽ എപ്പോ 9 എടുക്കുക. ഇവിടെ നിങ്ങൾ അസ്യൂം ചെയ്യും ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ആക്സിലറേഷൻ എന്താണ്? -10 m/s². റെഡി? അങ്ങനെയാണ് എന്ത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? v = u + at ഉപയോഗിക്കാൻ പറ്റുമോ? v വേണം, v ഇല്ല അല്ലെ, അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല. v ഇല്ലാണോ ഉപയോഗിക്കാൻ പറ്റില്ല. tu അറിയില്ല, അപ്പൊ പോട്ടെ. s = ut + half at². ഉപയോഗിക്കാൻ പറ്റും, കാരണം s തന്നിട്ടുണ്ട്. അങ്ങനെയാണോ ഉപയോഗിക്കാൻ? അങ്ങോട്ട് s എന്താണ്? -500 ആണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ചിലവരൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. s = ut - half gt² എന്നൊക്കെ അല്ലെ? ഒന്നും പഠിക്കണ്ട. s = ut + half at² ഒറ്റ ഇക്വേഷൻ പഠിക്കുക. സൈൻ ഒക്കെ നമുക്ക് എപ്പോൾ ചെയ്യാം? സൈൻ നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ, അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ ആയിക്കോളും. റെഡി? ഓക്കെ, അപ്പൊ u എന്താണ്? u 0 ആയതുകൊണ്ട് ut 0 ആയി, പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എന്താണ്? -10 ആണ്, t². ഹാഫും -10 കട്ട് ചെയ്ത് -5 ആവും.
-5ഉം -5 കട്ട് ചെയ്ത് 100 ആവും. t square is equal to 100, t is equal to 10 seconds. 10 seconds. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? No. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 10 അത് ബുക്കിൽ നിങ്ങൾ സ്വന്തം എഴുതി വെക്കണം, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. -500 is equal to half into -10 into t square. ഹാഫും 10ഉം ക്യാൻസൽ ചെയ്ത് 5 കിട്ടും. അവിടെ ഒരു മൈനസിന്റെ കാര്യം മറക്കരുത്. മൈനസും കട്ട് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഐശ്വര്യന്റെ ട്യൂഷന്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കണ്ടോ, നിങ്ങളുടെ പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 വർഷം മുമ്പ് പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു. A ball is thrown vertically upwards with the velocity from the top of a building. The height of the point from where the ball is thrown is 25 meters from the ground. Okay. How high will the ball rise? How long will it be before the ball hits the ground? ചോദ്യം മനസ്സിലാക്കാം. ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്നിട്ടാണ് ആളെന്ത് ചെയ്യുന്നത്, ബോൾ മുകളിലേക്ക് എറിയുന്നത്. താഴെ ഗ്രൗണ്ടിലല്ല, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് ബോളിലേക്ക് എറിയുന്നത്. താഴേക്ക് ഡ്രോപ്പ് ചെയ്യല്ല, മുകളിലേക്ക് എറിയാണ്. ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാണ്? 25 മീറ്റർ വന്നിട്ടുണ്ട്. ബോൾ എങ്ങനെയാ പോവാ? ബോൾ ഇങ്ങനെ മുകളിലേക്ക് പോയി താഴേക്ക് വരും. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലാക്കാം. ബോള് എങ്ങനെയാണ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യല്ല ചെയ്യുന്നത്, ബോൾ മുകളിലേക്ക് പോയി താഴേക്ക് വരും. ഓക്കെ സർ. ഇനി ചോദ്യം എന്താണ്? ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? പിന്നെ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം എത്ര മുകളിൽ എത്തും നോക്കാം, അല്ലെ? എത്ര ഹൈറ്റ് എത്തും നോക്കാം. അത് നോക്കാം, അത് സിമ്പിൾ ആണ്. കാരണം എന്താണ്, നമുക്ക് ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. അതായത് ബോള് എറിയുന്നു, മുകളിൽ ഏറ്റവും മാക്സിമം ഹൈറ്റ് എത്തുന്നു, ആ ഭാഗം മാത്രം നോക്കിയാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ ബോൾ എറിയുന്ന വെലോസിറ്റി എന്താണ്? യു എന്താണ്? പ്ലസ് ആണോ മൈനസ്? ഇനി പ്ലസോ മൈനസോ കൂട്ടി പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് +20 ആയത്? മേലോട്ടാ എറിയുന്ന മേലോട്ടാണ്. താഴേക്ക് ഡ്രോപ്പ് ചെയ്യല്ല, മുകളിലേക്ക് എറിയാണ് ചെയ്യുന്നത്. അപ്പൊ മുകളിലോട്ട് പോകാം. ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് നമ്മൾ എവിടെ മുതൽ ഇവിടെ വരെ നോക്കുന്നുള്ളൂ, ഇവിടുന്ന് ഇവിടെ വരെ ഉള്ള നോക്കുന്നുള്ളൂ. ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ആ സമയത്തുള്ള ജി എന്താണ്? ആക്സലറേഷൻ എന്താണ്? -10 m/s² ആണ്. ഓക്കെ, റെഡി? ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോ? 0. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വെക്കാം? v = u + at, s = ut + ½ at². പിന്നെന്താണ്? v² = u² + 2, v² = g² + 2. ഏത് ഉപയോഗിക്കും? ഇതിനൊക്കെ ടൈം വേണം. ഇതിന് നമ്മൾ ടൈം ഇല്ല. അപ്പൊ നമ്മൾ ധൈര്യം ചാടിക്കാർ ഇത് ഉപയോഗിക്കാം. v² എന്താണ്? 0². ശ്രദ്ധിക്കണം, എവിടെ മുതൽ എവിടെ വരെയുള്ള മോഷനെ കൺസിഡർ ചെയ്യുന്നത്? ബോൾ മുകളിലേക്ക് എറിഞ്ഞ് അതിന്റെ മാക്സിമം ഹൈറ്റ് എത്തുന്ന വരെയുള്ള മോഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ 0² = u² എന്നാണ് 20² + 20² +2 into -10 into s. s അവസാനം എന്ത് കിട്ടണം? s അവസാനം എന്ത് കിട്ടണം? പോസിറ്റീവ് ആയിരിക്കണോ നെഗറ്റീവ് ആയിരിക്കണോ? പോസിറ്റീവ് ആയിരിക്കണം. കാരണം എന്താണ്? മുകളിലേക്കാണ് പോകുന്നത്, ഇവിടുന്ന് ഇവിടേക്കാണ് പോകുന്നത്. അപ്പൊ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടണം, അല്ലെ ആൻസർ തെറ്റാണ്. അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കരുത് അവസാനം. ഓക്കെ, റെഡി? കാരണം സ്റ്റെപ്പിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, എൻട്രൻസ് പോലെയല്ല, സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട്. സ്റ്റെപ്പ് തെറ്റിയാൽ അവിടെ മാർക്ക് ടീച്ചർ കളയും. അങ്ങനെയാണെങ്കിൽ പറ, ഈ 400 ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയി. അപ്പൊ 400 ലെഫ്റ്റിലേക്ക് കൊണ്ടപ്പോ -400 = 2 into -10 into s. മൈനസ് കട്ട് രണ്ട് സൈഡിൽ. ഓക്കെ, 2 400 200 200/10 is equal to s is equal to 20 meter.
പ്ലസ് ആണ് കിട്ടിയത്, +20 ആണ് കിട്ടിയത്, സംശയമൊന്നുമില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ആൻസർ +20 എന്നാണോ? ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? എത്രയാണ് ആൻസർ? +20. 20 പ്ലസ് ആ 25 കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 45. കാരണം റൗണ്ട് എന്താണ്? കൺസിഡർ ചെയ്യണ്ടേ? അത് നിങ്ങളുടെ പരീക്ഷ എന്ന ചോദ്യമാണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചോദിക്കേണ്ടതായിരുന്നു. ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന് ചോദിക്കേണ്ടതായിരുന്നു അല്ലെ? അല്ലെ വേണമെങ്കിൽ നിൽക്കുന്ന ആളുടെ അവിടുന്ന് റൈസ് ചെയ്യുന്ന ചോദിക്കാം. അങ്ങനെ നമുക്ക് എഴുതാം. 20 മീറ്ററിന് എഴുതിയാലും മാർക്ക് തന്നേനെ. ക്വസ്റ്റ്യനിൽ പ്രോപ്പറായി ചോദിക്കാത്തതാണ്. ഞാൻ ചോദിക്കാത്തല്ല, നിങ്ങളുടെ എക്സാമിന് വന്ന ചോദ്യമാണ്, അവര് ചോദിക്കാത്തതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫ്രം ദ ഗ്രൗണ്ട് എന്ന് എപ്പോഴും എടുക്കുക. അപ്പൊ എന്താണ്? 20 മീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ബാക്കി ഒരു 20 മീറ്റർ ആണ് ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പൊ 25 + 20 25 + 20 40 മീറ്റേഴ്സ്. സോറി 45 മീറ്റേഴ്സ്. റെഡി? ഓക്കെ, ശരി ശരി. സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടി രസമാണ്. ഇതൊക്കെ ഞാൻ വായിക്കാം. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെയാണ് നേരത്തെ ഐശശീരൻ ചോദിച്ച ഡൗട്ട് വരുന്നത്. അപ്പം അതെല്ലാവർക്കും വരും. ഒന്നുകൂടി ഡയഗ്രാം ഒക്കെ വരയ്ക്കാം, എന്നാലേ കറക്റ്റായി മനസ്സിലാവും. ആളിവിടെ നിന്ന് ആളിനെ വരയ്ക്കുന്നില്ല. ഞാൻ ബോള് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഇങ്ങനത്തെ കേർവ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ നേരെ പോയി നേരെ താഴേക്ക് വരുന്നത്, പക്ഷെ മനസ്സിലാൻ വേണ്ടിയിട്ട് വരച്ചു. ഇനി മുകളിലേക്ക് ഇനീഷ്യൽ വെലോസിറ്റി u = 20 m/s കൊടുത്തിട്ടുണ്ട്. പ്ലസ് ആണ് അത്. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇത് 25 മീറ്റർ ആണ്, 25 മീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ഗ്രൗണ്ട്? ബോൾ താഴെ എത്താൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടൈമാണ് നമുക്ക് വേണ്ടത്. ടൈം നമുക്ക് അറിയില്ല. നമുക്ക് വീണ്ടും u എന്താണ്? +20 ആണ്. +20 ആണ് കേട്ടോ. ആക്സിലറേഷൻ എന്താണ്? -10 തന്നെയാണ്. അത് ഈ ബോൾ മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് വരുമ്പോഴും ഒക്കെ -10 ആണ്. അതാണ് പോയിന്റ്. ചിലവരെന്ത് ചെയ്യും? മുകളിലേക്ക് പോകും, താഴേക്ക് പോകുമ്പോൾ പ്ലസ് ആവൂല. അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തിനാ അങ്ങനെ ആലോചിക്കുന്നത്? താഴേക്ക് പോകുമ്പോൾ എങ്ങനെ പ്ലസ് ആകാൻ പെട്ടെന്ന്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണ്. ഓക്കെ, കാരണം എർത്തിന്റെ ഫോഴ്സ് താഴേക്കാണ്. F = mg F എന്നാണ്, എപ്പോഴും താഴേക്കാണ്. അതുകൊണ്ട് തന്നെ G എപ്പോഴും താഴേക്കാണ്. താഴേക്കുള്ള ഒക്കെ നെഗറ്റീവ് ആണ്. അപ്പൊ ബോൾ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുന്ന ജേർണിയില് ബോൾ മുകളിലേക്ക് പോകുമ്പോഴും G താഴേക്കാണ്. അതുകൊണ്ട് G നെഗറ്റീവ് ആണ്. ബോൾ താഴേക്ക് വരുമ്പോൾ G താഴേക്കാണ്. അപ്പൊ G എന്താ? നെഗറ്റീവ് ആണ്. ഇതിന്റെ പുറമെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് തുടങ്ങിയാൽ, ബോൾ മുകളിലേക്ക് പോകുമ്പോൾ G താഴേക്കാണ്, അപ്പൊ നെഗറ്റീവ് ആണ്. പക്ഷെ ബോൾ താഴേക്ക് വരുമ്പോൾ G അതിന്റെ ഡയറക്ഷൻ ആണ്, അപ്പൊ അത് പോസിറ്റീവ് ആവില്ലേ? ഇല്ല. അങ്ങനെ ആലോചിച്ച് തുടങ്ങിയാൽ എല്ലാം തെറ്റി തുടങ്ങും. ഇതിപ്പോ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചെയ്യുമ്പോൾ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ ലോജിക് ഒക്കെ വെച്ചിട്ട് കിട്ടൂല ആൻസർ. ഓക്കെ, അപ്പം കറക്റ്റ് മെത്തേഡ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, തിങ്ക് ചെയ്യുന്ന രീതി കറക്റ്റ്. മുകളിലേക്കൊക്കെ പോസിറ്റീവ്, താഴേക്കൊക്കെ നെഗറ്റീവ്. ആ ഓർത്ത എന്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 25 ആയിരിക്കും, പക്ഷെ പ്ലസോ മൈനസോ? അതാണ് പറ. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഓരോ ആൾക്കാരും നിങ്ങൾ 25 ആയിരിക്കും. 25 എന്തുകൊണ്ടാണ്? 25 മുകളിലേക്ക് പോയിട്ട് മൊത്തം കവർ ചെയ്തല്ലേ താഴേക്ക് വരുന്നത് അല്ലേ? ഊന്ന് പോയിട്ട് താഴുന്നത്. അപ്പൊ 25-നേക്കാളും കൂടുതൽ ഉണ്ടാവണ്ടേ? ഫൈനലും ഇനീഷ്യലും അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി. ഓക്കെ, അതെല്ലാവർക്കും ക്ലിയർ ആയോ? ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? 25 പ്ലസ് ഓർ മൈനസ് വിടും. 25 എങ്ങനെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല സാർ. ഓക്കെ, എന്തുകൊണ്ടാണ് 25 ആണെന്ന് മനസ്സിലായില്ല? സീറ്റ പോയി പറ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡെഫിനിഷൻ? ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റിലേക്കുള്ള എന്ത് ലെങ്ത്? ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്. ഷോർട്ടസ്റ്റ് ഇതാണോ? അല്ല, 25 നേരെ താഴെ 25 ആണ്. ക്ലിയർ ആയി? അതെല്ലാവർക്കും ക്ലിയർ ആയി, ആർക്കും സംശയമില്ല. ഇക്വേഷൻ ഓഫ് മോഷനിൽ ഈ എസ് എവിടെ എസ് വരുന്നുണ്ടോ അതൊക്കെ ഈ എസും ഒക്കെ എന്താണ്? ഡിസ്റ്റൻസ് അല്ല. അതങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റിക്കോളൂ. ഒക്കെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. റെഡി? അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 25 ആണെന്ന് എല്ലാവർക്കും കിട്ടി. കാരണം എന്താണ്? ബോൾ ഇങ്ങനെ പോയിക്കോട്ടെ, ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തിക്കോട്ടെ, എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് 25 ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റ് എടുക്കുക,
ഫൈനൽ പോയിന്റ് എടുക്കുക, അവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ലിങ്ക് ആണ്. അതെല്ലാവരും ക്ലിയർ ആക്കണേ, എല്ലാവരും ക്ലിയർ ആക്കണം. ഇനി ഇത് പ്ലസ് ആണോ മൈനസ് ആണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് ആയിരിക്കും, മുകളിലേക്ക് എറിയുന്നുണ്ട്, മൈനസ് ആണെന്ന് എല്ലാവർക്കും ഉറപ്പാണോ? ഉറപ്പാ? ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഒരു ചെറിയ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഷനെ പ്ലെയിൻ പഠിപ്പിച്ചപ്പോൾ. ഇനീഷ്യൽ പോയിന്റ്, ഫൈനൽ പോയിന്റ്, അതൊക്കെ ശരിയാണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടറും കൂടിയാണ്. എവിടുന്ന് എവിടേക്കുള്ള വെക്ടർ ആയിരിക്കും അത്? ഫൈനൽ പോയിന്റ് ഇനീഷ്യൽ പോയിന്റിലേക്ക് ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഉണ്ടാവുക? അല്ല, ഞാന് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ എന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്, അല്ലാണ്ട് അവിടുന്ന് ഇങ്ങോട്ടാവോ? ഇല്ല, ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്. അപ്പൊ ഈ ബോൾ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്കായിരിക്കും. റെഡി? അത് എങ്ങനെ പോയാലും, അത് മുകളിലേക്ക് പോയിട്ട് താഴെ വന്നാലും, നേരെ താഴേക്ക് വന്നാലും, സൈഡിലേക്ക് പോയിട്ട്, താഴേക്ക് പോയിട്ട്, മുകളിലേക്ക് പോയിട്ട്, എവിടേക്ക് പോയിട്ടൊക്കെ താഴേക്ക് വന്നാലും ഇനീഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് വരയ്ക്കുന്ന വെക്ടർ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. റെഡി? എപ്പോഴും ഒരു കേസ് പോലും ഇല്ല അല്ലാണ്ടാവും. ഇതൊക്കെ ബേസിക്സ് ആണ്. പ്ലസ് വണ്ണില് ആദ്യം പഠിക്കേണ്ട സാധനങ്ങളായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താ? -25 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ പണി എളുപ്പമാണ്. ഇത്രയും കഴിഞ്ഞില്ലേ? പണി എളുപ്പമാണ്. ടി ആണ് വേണ്ടത്. എന്തുപയോഗിക്കും? S = ut + ½ AT² ഉപയോഗിക്കേണ്ടി വരും. V = u + AT ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. v² - u² ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ടി ആണ് വേണ്ടത്. അപ്പൊ S = ut + ½ AT² ഉപയോഗിക്കാം. ut + ½ AT². S എന്താണ്? -25 ആണ്. ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇനി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. u എന്താണ്? 20 × t + ½ × -10 × t². ½ × -10 ഞാൻ എന്ത് ചെയ്യുന്നു തോന്നുന്നു? അവിടെ -5 ആണ് ആക്കുന്നത്. -5t². ഓക്കെ, ഇനി ഇതെന്തായി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാത്തവര് ശ്രദ്ധിക്കുക. നോക്ക്, ഈ -5-നൊക്കെ ഈ t², അതായത് x², അല്ലെ? x² പോലെയാണ്. അപ്പൊ x² നമുക്ക് എപ്പോഴും അതിന് കൂടുതൽ ആളെ പോസിറ്റീവ് ആക്കണം. അപ്പൊ അവനെടുത്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇടാൻ പോകും കേട്ടോ. അപ്പൊ 5t² ലെഫ്റ്റിലേക്ക് ഇടുമ്പോൾ പോസിറ്റീവ് ആയി. ഈ 20t ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം, -20t ആയി. -25 = 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. പരീക്ഷയിൽ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതുവരെ എഴുതി വെച്ചാൽ 3.5 മാർക്ക് കിട്ടും. 1/2 മാർക്കിന് വേണ്ടി നിങ്ങൾക്ക് വേണേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്തൂടെ? അതൊക്കെ ചെയ്യാം. അത് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയാം, ഇതുവരെ എഴുതി വെച്ചാൽ 3.5 മാർക്ക് കിട്ടും. 1/2 മാർക്ക് പെട്ടെന്ന് കിട്ടുമെങ്കിൽ ഇത് അവിടെ നിന്ന് ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളത് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാം. അതായിരിക്കണം എക്സാമിന്റെ സ്ട്രാറ്റജി. ഓക്കെ, റെഡി? പെട്ടെന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓർമ്മ വരില്ല, അപ്പൊ ഞാൻ പറഞ്ഞിടാം, എല്ലാത്തവർക്കും ഞാൻ പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? 5t² മൊത്തത്തിൽ ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യട്ടെ. അപ്പൊ എന്ത് കിട്ടും? t² - 4t + 5 -5 അല്ലേ? -5. കാരണം എന്താണ്? ഇത്രയേ ഉള്ളൂ. കാരണം അറിയാത്തവർക്ക് പറഞ്ഞുതരാം. 5-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പൊ 1 കിട്ടി. -20-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പൊ -4 കിട്ടി. -25-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു, -5 കിട്ടി. = 0-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഇനി ചിലവർക്കൊക്കെ അറിയായിരിക്കും t - 4 × t - 5 എന്ന് എഴുതിയിട്ട് ആഡ് ചെയ്താൽ -4 അല്ല അതന്നെ, t + 1-ഉം t - 5 ആയിരിക്കും ആൻസർ. × t - 5. അപ്പൊ t = 5 കിട്ടുമോ? അല്ലെ? അതെങ്ങനെ ചെയ്യാം? അത് ആർക്കും അറിയണ്ടാവില്ല അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഞാൻ അവസാനം കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് അറിയാത്തവര്, അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കോമൺ എടുത്തിട്ട് 2 ഇതാക്കിയിട്ട് ചെയ്യാൻ അറിയാത്തവര് എന്ത് ചെയ്യാ? നിങ്ങൾക്ക് വേറെ എന്താ സൊല്യൂഷൻ? എന്താ? ആലോചിക്കാനൊന്നും നിൽക്കണ്ട. എന്തിനാ കുറെ ആലോചിക്കാൻ നിൽക്കണ്ട? ആലോചിക്കുന്ന സമയം, പരീക്ഷയിൽ ഇത് ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പൊ ആലോചിക്കും, പരീക്ഷന് സമയമേ ഇല്ല, പരീക്ഷന് സമയം ഓട്ടമായിരിക്കും. ആലോചിക്കാൻ സമയമില്ല. എന്ത് ചെയ്യാ? വേഗം ഇക്വേഷൻ എഴുതിക്കുക. x = -b ± b² - എന്തായാലും കോംപ്ലക്സ് നമ്പറിൽ പഠിക്കണ്ടേ?
കോംപ്ലക്സ് നമ്പർ ഇക്വേഷൻ പഠിക്കാനല്ലേ +1 എന്തെങ്കിലും പഠിക്കാൻ നേരത്തെ ഉപയോഗിക്കുക. അപ്പൊ എക്സ് അപ്പൊ ടി എന്തായിരിക്കും? ഇവിടെ എന്താണ് ബിയും എയും സിയും ഒക്കെ? എ എന്താണ്? 1 ആണ്. ബി എന്താണ്? -4 ആണ്. സി എന്താണ്? -5 ആണ്. അത് തെറ്റരുത് കേട്ടോ, മൈനസ് ഒക്കെ എടുക്കണം. അതുകൊണ്ട് അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ മൈനസ് ബി എന്തായിരിക്കും? ബി -4 ആണ്. മൈനസ് ബി എന്തായിരിക്കും? 4 മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -4 സ്ക്വയർ 16 മൈനസ് 4 ഇൻറ്റു എ എന്താണ്? 1 ആണ്. 1 ഇൻറ്റു സി എന്താണ്? -5. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? സി എന്താണ്? അപ്പൊ എഴുതി വെക്കുക പരീക്ഷയിൽ. എന്തിനാ മടി കാണിക്കുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെച്ചാൽ ടീച്ചർ നിങ്ങളെ പറ്റിയിട്ട് മോശം വിചാരിക്കൊന്നുമില്ല. ആൻസർ എഴുതി വെക്കുക. സി ബി. കാരണം മാർക്ക് ഇവിടെ 5 ഉപയോഗിച്ചിരുന്നേ മൊത്തം തെറ്റിയാണ് അല്ലെ? 5 ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഒരു നമ്പർ കിട്ടൂല. അപ്പൊ നിങ്ങൾ ആലോചിക്കാണോ, അയ്യോ മൊത്തം തെറ്റിയോ, ആദ്യം മുതൽ ചെയ്ത് തെറ്റിയോന്ന് വിചാരിക്കും. മനസ്സിലേ? അപ്പൊ സൂക്ഷിച്ച് ചെയ്യാം. പരീക്ഷയിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ബൈ 2 ഇൻറ്റു എ 1 ആണ്. അപ്പൊ 4 + or മൈനസ് റൂട്ട് ഓഫ് 16 അവിടെ കിട്ടെ -4 ഇൻറ്റു +20 വരും. ഇവിടെ എന്തൊരു വർഷമില്ലേ? +20 വരും. +20 വരും. ബൈ 2 is equal to 4 + or minus root of 36 by 2. Root of 36 എന്ന് പറഞ്ഞാൽ 4 + or minus 6 by 2. അപ്പൊ എന്താണ് രണ്ട് ആൻസേഴ്സ്? എന്താണ്? 4 + 6 by 2, 4 - 6 by 2. 4 + 6 by 2 എന്താണ്? 4 + 6 10 ആണ്. 10 by 2 5 ആണ്. മറ്റേ ആൻസർ എന്തായിരിക്കും? 4 - 6 -2 by 2 -1 ആണ്. ഇതൊക്കെ എന്താണ്? ടി ആണ്. ടി -1 സെക്കൻഡ് ആവുമോ? 5 സെക്കൻഡ് ആവുള്ളൂ. അപ്പൊ ആൻസർ എന്താണ്? 5 സെക്കൻഡ്. നിങ്ങളിപ്പോ വിചാരിക്കും എന്തിനാണ് സാറ് ഇത്രയും കഷ്ടപ്പെട്ട് ചോദ്യമൊക്കെ ചെയ്യുന്നത്, ഇത്ര ബുദ്ധിമുട്ടല്ലേ? ആ ബുദ്ധിമുട്ടുള്ളതല്ല, നിങ്ങളുടെ പരീക്ഷ വന്ന ചോദ്യമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തരാൻ നല്ല ചാൻസ് ഉണ്ട്. അല്ല ഇതുപോലത്തെ ഒരു ചോദ്യം, ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചുള്ള ഒരു ചോദ്യം. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്? ഒരു യൂട്യൂബ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്? ഇവിടെ കോൺസെപ്റ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്തല്ല, ഇതല്ല. മുകളിലേക്ക് മൊത്തം പോയി താഴേക്ക് വരുന്ന സാധനം അല്ല ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. അതായിരുന്നു നിങ്ങൾക്ക് അറിയേണ്ട കോൺസെപ്റ്റ്. അതറിയാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അതല്ലേ പറഞ്ഞ അതിന് 1/2 മാർക്ക് എക്സ്ട്രാ കിട്ടുള്ളൂ. 1/2 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടോ? അവസാനം ഒന്ന് ചെയ്യാം. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 1/2 മാർക്ക് വാങ്ങാൻ പോവാം. ഓക്കെ, ബുദ്ധിപരമായിട്ട് എക്സാമിൽ എഴുതുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് എഴുതുമ്പോൾ ചിലപ്പോൾ എന്ത് തെറ്റ് പറ്റും. ഇനി അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും ഒരു 5-6 മിനിറ്റ്. 5-6 മിനിറ്റ് കൊണ്ട് വേറെ ഏതെങ്കിലും ചോദ്യം എളുപ്പമുണ്ടാവും, അത് ചെയ്യാൻ മിസ് ചെയ്താ. അപ്പൊ 1/2 മാർക്കിന് വേണ്ടിയിട്ട് അവിടെ മൽപ്പിടുത്തം നടക്കരുത്. ഇവിടെ വരെ എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ സർക്കിൾ ഇടുക, എല്ലാം ബാക്കി അറ്റൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും തിരിച്ചിവിടേക്ക് വരാം. എന്നിട്ട് സോൾവ് ചെയ്തപ്പോ ആൻസർ തെറ്റിപ്പോയി, അന്ന് മൊത്തം തെറ്റിടുവോ? ഇല്ല, ഇവിടെ വരെയുള്ള മാർക്ക് ഇടും. നിങ്ങളുടെ ടീച്ചേഴ്സിന് ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരു ആൻസർ കീ കൊടുക്കും, ഒരു ഹാൻഡ് ബുക്ക് പോലെ ആൻസർ കീ കൊടുക്കും. അതിൽ ഓരോ സ്റ്റെപ്പിനാണ് നിങ്ങൾക്ക് മാർക്ക് തരാം. അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റെപ്പിന് ഇത്ര എഴുതി വെച്ച ഗിവൺ എഴുതി വെച്ച 1 മാർക്ക്, ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വീണ്ടും 1 മാർക്ക്, അതിന് ആൻസറിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിലേക്ക് എത്തിയ വീണ്ടും 1 മാർക്ക്, ആൻസർ കിട്ടുന്നതിന് 1 മാർക്ക്, ഇനി ആൻസറിന് മുമ്പ് ഇവിടെ എത്തുന്നതിന് അതിന് ഹാഫ് മാർക്ക്. മനസ്സിലായില്ലേ? അപ്പം ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി ഇക്വേഷനോ മോഷൻ ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ, 3 എണ്ണം എഴുതി വെക്കുക, അവിടെ വീണ്ടും 1 മാർക്ക് കിട്ടി. ആ പേപ്പറിൽ എന്തെങ്കിലും കൂടെ എഴുതി വെക്കുക. ഓക്കെ, എന്തെങ്കിലും വേണോ എഴുതി വെക്കാം. എസ് -25 ആണോ 25 അറിയില്ല, എന്തെങ്കിലും എഴുതി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പക്ഷെ ഇനി അറിയണം, ഞാൻ പറഞ്ഞുതരാം, ഒരു ട്രിക്ക് പറഞ്ഞുതരാം, ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യം. എക്സാമിന് പാനിക്കായി, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക, മാർക്ക് വരും. ഇവിടെ ഫുള്ള് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്നവന് 4 മാർക്ക് കിട്ടും, ഒന്നും ചെയ്യാണ്ട് ചെയ്തിരിക്കുന്നവന് 2 മാർക്ക് കിട്ടും. ഒന്നും അറിയാത്തവന്ന് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നില്ലേ? നിങ്ങൾക്കല്ല ഞാൻ പറയുന്നത്. നീ എവിടെയെങ്കിലും ഒക്കെ പറ്റിയ കെമിസ്ട്രിയിൽ എന്തെങ്കിലും നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് പറ്റിയേക്കാം. ഞാൻ പറയാ, ബുദ്ധിപരമായിട്ട് അല്ലെ 0 മാർക്ക് കിട്ടും. നിങ്ങൾ പേടിച്ചിട്ട് അയ്യോ ഇതൊന്നും അറിയില്ലല്ലോ ഞാൻ ചെയ്യുന്നില്ല വിചാരിച്ചാൽ 0 മാർക്ക് കിട്ടും. 2 മാർക്ക് വേണോ 0 മാർക്ക് വേണോ നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ള. ഈ ചാപ്റ്ററിന് ഇത്രയൊക്കെ ചോദിക്കോളൂ. സാർ പെട്ടെന്ന് കോൺട്രാക്ട് ഇക്വേഷൻ ഓർമ്മ എങ്ങനെയാ ചെയ്യാൻ?
പെട്ടെന്ന് ഓർമ്മ വന്നില്ലേ ഓർത്തെടുക്കണം. കാരണം നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിനെ അല്ല, പഠിക്കാനില്ല. എല്ലാരും സോൾവ് ചെയ്ത ആൻസർ കിട്ടൂലേ? കിട്ടും. എങ്ങനെയാ ചെയ്യാ? അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയോ? ഇനി പഠിക്കാൻ നിൽക്കരുത്. =0. ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? ആഡ് ചെയ്താൽ ഇവിടുത്തെ സാധനം കിട്ടണം, -4 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്താല് -5 കിട്ടണം. അപ്പൊ എന്ത് നമ്പർ വരിക? അവിടെ അല്ല പറഞ്ഞു. പിന്നെ ഇതിന്റെ ഉള്ളിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ? ആ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ മുന്നേ സാറ് പറഞ്ഞത് ആ -5 25 = 20t + -5t². അവിടെ എന്താ പ്രശ്നം? എന്താ അവിടുന്ന് പെട്ടെന്ന് ഈ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ അതൊന്നുമില്ല. നോക്ക്, x² രണ്ടും ഒരു ഇക്വേഷനിൽ വന്നാൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. t² t ഒരു ഇക്വേഷനിൽ വന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. t² മാത്രം വന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ്? ഇവിടെ ഇതില്ലായിരുന്നു, t² മാത്രം ഉണ്ടായിരുന്നു. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. t² t അല്ലെ x² x a² a രണ്ടും ഒരു ഇക്വേഷൻ വന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പറ. നേരത്തെ ചെയ്തില്ലേ ut? അവിടെ u0 വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു t യുടെ ഉപയോഗം. u0 ആണ്. എനിക്ക് മനസ്സിലായി. u0 ആണ്. ut എന്തായിരിക്കും? 0 ആയിരിക്കും. u0 × t എന്ന് പറഞ്ഞാൽ 0. അപ്പൊ 0 ആയി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 0 എഴുതി. ഓക്കെ. സാർ ഇവിടെ രണ്ട് മൈനസ് കട്ട് ചെയ്തിട്ട് ചെയ്ത ആൻസർ കിട്ടും. ഏത് ചോദ്യത്തിൽ ഏത് സ്റ്റെപ്പിലാണ്? അവിടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു -55. ഇവിടെ ആ അവിടെ മൊത്തം ഒന്നെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. -25 = 20t - 5t². മൊത്തത്തിൽ മൈനസ് അങ്ങോട്ട് എടുക്കുക. മൈനസിനൊക്കെ പ്ലസ് ആക്കുക, പ്ലസിനൊക്കെ മൈനസ് ആക്കുക. അപ്പോഴും ശരിയാവും. മനസ്സിലാണോ? മൈനസിന് പ്ലസ് ആക്കുക, പ്ലസിനെ മൈനസ് ആക്കുക, മൈനസിനെ പ്ലസ് ആക്കുക. അപ്പോഴും സെയിം ആണ്. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ ഈ ചാപ്റ്ററിന്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്ററിന് ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഈ സെഷൻ ആപ്പിൽ അപ്ലോഡ് ചെയ്യും. മോഷൻ സ്ട്രേറ്റ് ലൈനിൽ ഡൗട്ട് സോൾവിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എക്സാമിന് സമയമാകുമ്പോൾ ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻസ് ആ വീഡിയോ ഒന്നുകൂടി പോയി കാണാം. ഓക്കെ, എന്നുവെച്ചാൽ എക്സാമിന് ടൈം ആകുമ്പോൾ ഇനി സമയമുണ്ട്, 70 ദിവസം ഉണ്ട് അല്ലെ, 70-75 ദിവസം ഉണ്ട്. അപ്പൊ അപ്പത്തേക്ക് നിങ്ങൾ മറക്കും ഇതൊക്കെ ചിലപ്പോൾ. അപ്പൊ എന്ത് ചെയ്യാം? ആ സമയമാകുമ്പോൾ വീണ്ടും പോയി ഒന്നുകൂടി കാണാം. എക്സാമിന് പോവാം, ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, ഇതിന്റെ PDF വേണോ? ഇതിന്റെ PDF ഇടാം. ഇതിന്റെ PDF ഇന്ന് തന്നെ ആപ്പ് ഇടാം. ഓക്കെ, റെഡി? അപ്പം ഇത്രയും പറയാനുള്ളൂ. രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഫ്രീ ഫോളില് അല്ലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയില് മുകളിലേക്ക് എല്ലാം പോസിറ്റീവ്, താഴേക്ക് എല്ലാം നെഗറ്റീവ്. ഇപ്പൊ ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുക. നിങ്ങൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ML10 ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ എന്തുകൊണ്ടാണ് ഗ്രാവിറ്റേഷൻ എടുത്താൽ മതി വർക്ക് ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ എപ്പോഴും പ്രൂവ് ചെയ്ത് തരാം. ഇപ്പൊ ഓവർ ലേറ്റ് ആയി 140. നിങ്ങൾ കുറെ ആൾക്കാർക്ക് ഓരോ പണിയൊക്കെ കണ്ടാവും, ഞാൻ പ്രൂവ് ചെയ്ത് തരാം എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. ഇത്ര വിളിച്ചാൽ മുകളിലേക്ക് എന്തുണ്ടെങ്കിലും പോസിറ്റീവ്, US VA എന്തുണ്ടെങ്കിലും മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് എന്തുണ്ടെങ്കിലും നെഗറ്റീവ്. ഇങ്ങനെ ഉപയോഗിച്ചാൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു ഒരു ക്വസ്റ്റ്യനും തെറ്റില്ല. വേറെ ആരെങ്കിലും ട്യൂഷനോ അവിടുന്ന് ഇവിടുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറക്കുക, തെറ്റും. പ്രത്യേകിച്ച് ഞാൻ അവസാനം ചെയ്ത ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ എടുത്ത് ചെയ്തു നോക്ക്, കോമഡിയാവും മൊത്തം. മുകളിലേക്ക് പോകുമ്പോ G, താഴേക്ക് പോകുമ്പോ -G. അപ്പൊ എങ്ങനെ ഇക്വേഷൻ എഴുതും? രണ്ട് ഇക്വേഷൻ എഴുതണം. ഫോക്കസ് ഏരിയയിൽ ഉണ്ടോ ലാസ്റ്റ് ചെയ്ത സാർ? ഇപ്പൊ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പരീക്ഷ വരും. അപ്പൊ ഫോക്കസ് ഏരിയയിൽ ഉണ്ടെന്ന് പറയാം. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോക്കസ് ഏരിയയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഫോക്കസ് ഏരിയയിൽ ഉണ്ടാവും. അപ്പൊ ഇത്രയും നാളും വേറെ എന്തെങ്കിലും ആണ് പഠിച്ചു വെച്ചെങ്കിൽ മറക്കാനുള്ള ഒരു സമയമാണ് ഇപ്പൊ. കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അങ്ങനെയാണ് കറക്റ്റ് ആൻസർ. തെറ്റായിട്ട് എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കുക. മുകളിലേക്ക് എല്ലാം പോസിറ്റീവ്, താഴേക്ക് എല്ലാം നെഗറ്റീവ്. എടുത്ത ഒരു ക്വസ്റ്റ്യനും തെറ്റില്ല. അത് നിങ്ങൾ JEE ആവട്ടെ, JEE മെയിൻ ആവട്ടെ, JEE അഡ്വാൻസ് ആവട്ടെ, ക്വസ്റ്റ്യൻ കൊണ്ടുവരാം, ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
ഇത്ര കോൺസെപ്റ്റേ ഉള്ളൂ. ഓക്കെ, റെഡി. അപ്പൊ എല്ലാവരും ലീവ് ചെയ്തോട് വന്നതിന് ഇങ്ങനെ ഇരുന്നതിനും പറയുന്നതിന് ഞാൻ ഓർഡിപ്പിച്ചിട്ടുണ്ടാവും. സന്തോഷം. നമുക്ക് ഇതൊരു റെഗുലർ പരിപാടി ആക്കാൻ നോക്കാം എല്ലാ സബ്ജക്റ്റിനും, ഇൻക്ലൂഡിങ് മാത്സ് ആൻഡ് കെമിസ്ട്രി. ട്രൈ ചെയ്യുന്നുണ്ട്, മാക്സിമം ഞങ്ങൾ നോക്കാം. ചെയ്യാം എല്ലാം ചെയ്യാം. ലോസ്റ്റ് ഓഫ് മോഷനോ പ്ലെയിനോ ഒക്കെ ചെയ്യാം. സാർ നമ്മൾ കെമിസ്ട്രി മറ്റേ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ വേണേ. നോക്കാം, അതും നോക്കാം. 2 ചാപ്റ്റർ ഒരുമിച്ചൊക്കെ ആക്കിയിട്ട് നോക്കാം. സാർ ഇംഗ്ലീഷ് ഉണ്ടാവൂല? ഇംഗ്ലീഷ് അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാം, പേടിക്കണ്ട. നിങ്ങൾ പഠിച്ചു തുടങ്ങുക, ആപ്പിൽ ക്ലാസ്സസ് കണ്ട് പഠിച്ചു തുടങ്ങാം. ഫുൾ തീർക്കുക. 8 ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലുള്ള 8 ചാപ്റ്ററും തീർക്കുക. അവസാനം ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ഇല്ലല്ലോ. പ്രീവിയസ് ഇയർ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആ ചാപ്റ്റർ മനസ്സിലാക്കുക, കഥ മനസ്സിലാക്കുക. ഗ്രാമർക്ക് അവസാനം ആകുമ്പോഴത്തേന് വരുന്നോളൂ, പേടിക്കണ്ട. ഗ്രാമർ എടുക്കും, ചാപ്റ്ററിന്റെ റിവിഷനും ഉണ്ടാവും, ക്വസ്റ്റ്യൻസും ചെയ്യും. നിങ്ങളിപ്പോ അതിന്റെ തിയറി പഠിക്കുക. തിയറി എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ ആ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക, മീനിങ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര കൺഫ്യൂഷൻ ആണ്, അത് പപ്പൻ സാറിനോട് എടുത്തരാൻ പറയും. ലൈവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിനുശേഷം കൺഫ്യൂഷൻ ബാക്കിയുണ്ട്. ഓക്കെ, അത് ഞാൻ ഒരു കാര്യം ചെയ്യാം. കിരൺ സാറിന് ആ ചാപ്റ്റർ വളരെ നന്നായിട്ട് അറിയാം, ഒരു സെഷൻ വെക്കാം. എന്ത് ഡൗട്ടും ചോദിച്ചു. കിരൺ സാർ ആ ജെയ്ക്ക് നീറ്റിനൊക്കെ എടുക്കുന്നതാണ്. പപ്പൻ സാറിന്റെ സെഷനും വെക്കാം. പക്ഷെ ആ ചാപ്റ്ററിന് പപ്പൻ സാറിന്റെ സെഷൻ ആയിട്ടില്ല. പപ്പൻ സാറിന് ഞാൻ 3rd or 4th പപ്പൻ സാറിനെ കൊണ്ടുതരാം. സർ ആൻസർ കീ മാത്രം PDF ആയിട്ട് ആപ്പിൽ ഇടാൻ പറ്റുമോ? ഏതിന്റെ ആൻസർ കീയാ? എക്സാം ഷീറ്റിന്റെ ആൻസർ കീ മാത്രമായിട്ടാ? ഇനി മുതലുള്ള മതിയോ? മതി. സാർ ഇന്നത്തെ ആൻസർ വേണേ, ക്വസ്റ്റ്യൻ PDF ആയിട്ട് ഇടുമ്പോ ആൻസർ വേണോ? ആൻസർ എക്സാം ടൈമിൽ ഒന്നും കൂടെ നോക്കിയിട്ട് പോകാനായിരുന്നു. ശരി ഞാൻ ശരി. ആൻസർ അവസാനത്തെ ആൻസർ പോരെ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് നോക്കാം. ഓക്കെ, ശരി. അവസാനത്തെ ആൻസർ ഞാൻ എഴുതിക്കണം. ശരി. അപ്പൊ എല്ലാവരും ലീവ് ചെയ്തോളൂ. നമുക്ക് മാത്സിൽ ആർക്കെങ്കിലും എന്തൊക്കെയാ ചാപ്റ്റർ ഇനി ബുദ്ധിമുട്ട്? മാത്സില് സീക്വൻസസ് ആൻഡ് സീരീസ് അത് നമ്മൾ ബൈനോമിയൽ തിയറം അല്ലേ? കോംപ്ലക്സ് നമ്പർ, ബൈനോമിയൽ തിയറം. എടുക്കാത്ത ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് നമ്മൾ എത്തിയില്ലല്ലോ. എത്തിയോ? ലൈവിൽ എത്തിയില്ലല്ലോ. ഇല്ല സർ, ഇല്ല. അത് എത്തിക്കഴിഞ്ഞിട്ട് ചെയ്യാം. ലൈവിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡൗട്ട്സ് സോൾവ് ചെയ്യാം. എല്ലാം ചെയ്യും, ഒന്നും ചെയ്യാതിരിക്കില്ല, എല്ലാം ചെയ്യും. അപ്പം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് അവിടെ നിൽക്കട്ടെ. ബൈനോമിയൽ തിയറും കോംപ്ലക്സ് നമ്പറും പ്രശ്നമാണ് എല്ലാവർക്കും, ഭയങ്കര പ്രശ്നം. ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വൈകുന്നേരത്തെ റിലേഷൻ ഫംഗ്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ബൈനോമിയൽ തിയർ നാളെ മിക്കവാറും 11 മണിക്ക് ഒരു സെഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ ബൈനോമിയൽ തിയർ ആവും, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആവും. എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, റെഡി. എന്നാ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുക. ആരും മോട്ടിവേഷൻ ഒന്നും പോകണ്ട, നമ്മുടെ അവസാനം വരെ ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സെഷൻസിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ലീവ്. താങ്ക് യു സർ. താങ്ക് യു.